അപ്പൊ ഞാൻ തുടർന്ന് പറഞ്ഞ എന്താന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മൾ എന്ത് കാര്യത്തിലേക്കും പോകുന്നതിന് മുന്നേ ഒരു വാമപ്പ് എടുക്കുക. അപ്പൊ നമ്മൾ പറയില്ലേ, ബ്രീത്തിലേക്ക് ഒന്ന് ഫോക്കസ് ചെയ്യുമ്പോൾ ഈ നെഗറ്റീവ് ആയിട്ടുള്ള ചിലപ്പെങ്കിൽ ചില ചിന്തകളാവാം, ചില ഓർമ്മകളായിരിക്കാം നമ്മൾ ഇതൊക്കെ ഹോൾഡ് ചെയ്ത് വെക്കുന്നത്. ചില പാസ്റ്റിലുള്ള കാര്യങ്ങൾ, ചില വ്യക്തികളെ കുറിച്ചൊക്കെ ഇങ്ങനെ നമ്മൾ വർക്ക് ചെയ്യുമ്പോഴൊക്കെ നമ്മളെ തോട്ട്സ് എവിടുക്കാ പോകുന്നത് നമുക്കറിയില്ല. അപ്പൊ ഈ നമ്മൾ മൈൻഡ്ഫുൾനെസ് പ്രാക്ടീസ് ചെയ്യുമ്പോഴും നമ്മൾക്ക് ഒരു പ്രശ്നമുണ്ട്. നമ്മളെ വർക്ക് ചെയ്യുന്ന ഒരു കാര്യമാണെങ്കിലും നമ്മളെ ചിന്തകൾ വേറെ എവിടെയെങ്കിലും ആയിരിക്കും. അപ്പൊ നമുക്ക് നമ്മളെ കൺട്രോളിലെത്താം, അല്ലെങ്കിൽ ഒരു കാര്യം പൂർണ്ണമായ ഒരു പ്രൊഡക്റ്റീവ് ആയിട്ടുള്ള ഒരു റിസൾട്ട് നമുക്ക് അതിന്ന് എന്ത് കാര്യം ചെയ്യുകയാണെങ്കിലും നമ്മൾ വിചാരിച്ച രീതിയിലുള്ള ഒരു റിസൾട്ട് നമുക്ക് അതിന്ന് കിട്ടണം എന്നുണ്ടെങ്കിൽ നമ്മൾ ഫുള്ളി അതിലേക്ക് ഫോക്കസ്ഡ് ആവണം എന്നുള്ളതാണ്. ഇപ്പൊ നമ്മള് അതുകൊണ്ടാണ് നമ്മൾ സെഷനൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേ ഒന്ന് ബ്രീത്തിലേക്കൊക്കെ ഒന്ന് ഫോക്കസ് ചെയ്തിട്ട് അല്ലെങ്കിൽ മെഡിറ്റേഷൻ സ്റ്റാർട്ട് ചെയ്തിട്ട് ഒക്കെ നമ്മൾ സെഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. കാരണം ഫുള്ളി ആ സെഷനിൽ ഇൻവോൾവ് ആവണം. ഇവിടെ പറയുന്ന കാര്യങ്ങൾ നിങ്ങളെ സെൽഫിലേക്ക് ഇംപ്ലിമെന്റ് ചെയ്യാൻ പാകത്തില് നിങ്ങൾ അറിവുമായി അത്രയും കണക്റ്റഡ് ആവാൻ വേണ്ടിയിട്ടാണ്. കാരണം എല്ലാ ഡിസ്ട്രാക്ഷൻസ് ഒന്നും മാറി വിസ്റ്റംസ് സ്വീകരിക്കാനും അതിന്റെ ഒരു പ്രതലുണ്ട്. ഇപ്പൊ നമ്മളെല്ലാം സെറ്റ് ചെയ്യൂലേ, അപ്പൊ അതിന് വേണ്ടിയിട്ടാണ് അങ്ങനെ പറഞ്ഞിട്ടുള്ളത്. ഒരു 2 മിനിറ്റ്സ് നിങ്ങൾ ബ്രീത്തിലേക്ക് മാത്രം ഫോക്കസ് ചെയ്തിട്ട് മറ്റെല്ലാ ഡിസ്ട്രാക്ഷൻസിൽ നിന്നും മാറി നിൽക്കട്ടെ, ഒന്ന് ഫ്രീ ആയിട്ടിരുന്നു. അതിന് തിരിച്ചു വന്നോളൂ കേട്ടോ. നമ്മൾ എല്ലാ കാര്യം ചെയ്യുമ്പോഴും നമ്മൾ അങ്ങനെ ഒന്ന് ഇപ്പൊ എന്ത് കാര്യത്തിലും ഇവോൾവ് ആയിട്ട് നമുക്ക് അതിൽ ബന്ധപ്പെടണം. അപ്പൊ നിങ്ങൾക്ക് അറിയുന്നുണ്ടാവും, പല ആളുകളും പറയുന്ന ഒരു കാര്യമാണ് പ്രെയർ ഒക്കെ ചെയ്യുമ്പോൾ നമ്മളെ ചിന്ത എവിടേക്കേ പോകുന്നു, അല്ലെങ്കിൽ പ്രെയർ ചെയ്യുന്ന സമയത്താണ് പല കാര്യങ്ങളും ഓർമ്മ വരുന്നത്. അതുപോലെ നമ്മള് എന്താ ഫ്രീ ആയിട്ട് ഇരിക്കുന്ന സമയത്ത് പല ചിന്തകളും വരികയാണ്, ഈ ഓവർ തിങ്കിങ്. അതുപോലെ നമ്മളെ ലൈഫിന്റെ ഓരോ പ്രശ്നങ്ങളും പ്രയാസങ്ങളൊക്കെ കൂടുതൽ ചിന്ത വരുന്നത് നമ്മൾ ഫ്രീ ആയിട്ട് ഇരിക്കുമ്പോഴാണ്. അതുകൊണ്ട് നമ്മൾ എപ്പോഴും പറയുന്ന കാര്യമാണ് എന്തിനേലും എൻഗേജ് ആവാൻ. ഈ എപ്പോഴും ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ ലൈഫിന്റെ പ്രയാസങ്ങളും പ്രശ്നങ്ങളിലേക്കും മാത്രം എപ്പോഴും ചിന്ത പോവുകയാണെന്ന് പറയുന്ന ആളുകളോട് നമ്മൾ പറയുന്ന കാര്യമാണ് ടൈമിനെ നല്ല രീതിയിൽ ഇൻവെസ്റ്റ് ചെയ്യാനും അപ്പോ പ്രൊഡക്റ്റീവ് ആയിട്ട് നമുക്ക് കൊണ്ടുപോകാൻ പറ്റും. എന്തെങ്കിലും നമ്മൾ ഇഷ്ടപ്പെട്ട കാര്യത്തിൽ എൻഗേജ്ഡ് ആയി കഴിഞ്ഞാൽ നമുക്ക് അധികം ഈ നെഗറ്റീവ് ചിന്ത നമ്മളിലേക്ക് വരില്ല എന്നുള്ളതാണ്. ഈ ആ, ചിന്തിക്കാനുള്ള അവസരങ്ങൾ, അതായത് നെഗറ്റീവ് ആയിട്ടുള്ള ചിന്തിക്കാനുള്ള അവസരങ്ങൾ നമ്മൾ ഉണ്ടാക്കി കൊടുക്കുമ്പോഴാണല്ലോ അത്തരത്തിലുള്ള ചിന്ത നമ്മളിങ്ങനെ കാരണം ഒരാളുടെ ലൈഫിലുള്ള ഫുള്ളായിട്ട് പോസിറ്റീവ് ആവണം, അല്ലെങ്കിൽ ലൈഫിൽ വേണ്ട കാര്യത്തിലേക്ക് ക്ലാരിറ്റിയും ഫോക്കസും കിട്ടണമെങ്കിൽ അവരുടെ ലൈഫിൽ അത്രയും ക്വാളിറ്റി ആയിട്ടുള്ള ഒരു ലൈഫ്, അതായത് ജനിച്ച അന്ന് മുതലേ അത്രയും ക്വാളിറ്റി ആയിട്ടുള്ള കണ്ടന്റ് ഉള്ളിലേക്ക് കൊടുക്കുമ്പോഴാണ് പുറത്ത് അത് റിഫ്ലക്ട് ചെയ്യുക എന്നുള്ളതാണ്. അപ്പൊ നമ്മള് ഏഹ് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, നിങ്ങൾ എന്ത് കാണുമ്പോഴും അതിൽ ഗ്രേറ്റ്ഫുൾ ആവാനുള്ള മൊമെന്റ് കണ്ടെത്തിയിട്ടും, അതുപോലെ നിങ്ങൾ എന്ത് കാര്യം കണ്ണോട് കാണുമ്പോൾ അതിന്റെ പിറകിൽ എന്താണ്, അല്ലെങ്കിൽ പെട്ടെന്ന് അതിനെ വിലയിരുത്താതെ അതിന്റെ ഒരു നമ്മൾ സൈറ്റ് ടു ഇൻസൈറ്റ് എന്നൊക്കെ പറയുന്ന പോലെ അതിന്റെ ഉൾക്കാഴ്ച കാണാൻ ശ്രമിക്കുക എന്നുള്ളത്, നമ്മൾ എന്തിനെ വിലയിരുത്തുന്നതിന് പകരം. അപ്പോ ഇന്നത്തെ നമ്മളെ ടോപ്പിക് എന്ന് പറയുന്നത്, അപ്പൊ ഈ ഒരു പ്രോസസ്സ് നിങ്ങൾ എപ്പോഴും ചെയ്യേണ്ട കാര്യമാണ്. എന്തേലും കാര്യത്തിലേക്ക് നിങ്ങൾ എന്താ ഇപ്പൊ കടന്നു ചെല്ലുമ്പോൾ, അല്ലെങ്കിൽ പുതിയൊരു കാര്യം തുടങ്ങുമ്പോൾ, അല്ലെങ്കിൽ ഭക്ഷണം കഴിക്കുന്ന കാര്യമായിക്കോട്ടെ, നമ്മൾ വർക്ക് കയറുന്ന കാര്യമായിക്കോട്ടെ. ഇപ്പൊ ഞാനൊക്കെ പഠിച്ചിരുന്ന കാലത്ത് എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ വർക്ക് ചെയ്യുന്ന സ്പേസിലേക്ക് കയറി കഴിഞ്ഞാൽ അവിടെ അത്രയും കാം ആൻഡ് ക്വയറ്റ് ആയിരിക്കണം എന്നുള്ളതാണ്. അപ്പൊ വർക്ക് ചെയ്യുന്ന സ്പേസിൽ കയറി കഴിഞ്ഞാൽ ബാക്കി നമ്മൾ പേഴ്സണൽ ലൈഫിൽ ഇഷ്യൂസ്, അല്ലെങ്കിൽ റിലേഷൻഷിപ്പിലെ ഇഷ്യൂസോ അല്ലെങ്കിൽ വീട്ടിലെ കാര്യങ്ങളോ ഒന്നും അവിടെ പാടില്ലെന്ന്. നമ്മൾ അത്രയും പ്രൊഡക്റ്റീവ് ആണെന്നുണ്ടെങ്കിൽ ഇപ്പൊ ഒരു
കമ്പനി ബേസിലൊക്കെ വർക്ക് ചെയ്യുന്ന ആളുകൾ, അവിടെയൊക്കെ ഈ ടീം വർക്ക് ചെയ്യുമ്പോൾ ശരിക്കും പറഞ്ഞാല് ഒരു വാമപ്പ് കഴിഞ്ഞ് ഒരു ബൂസ്റ്റപ്പ് കഴിഞ്ഞിട്ടാണ് നമ്മളൊരു വർക്കിലേക്ക് പോവുക. അത്രയും ഫോക്കസ്ഡ് ആയിട്ടുള്ള ആളുകൾ ഇന്ന് അതൊക്കെ ഡെവലപ്മെന്റിൽ ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ അതിനനുസരിച്ച് പ്രൊഡക്ടിവിറ്റി നമുക്ക് ഉണ്ടാവും. അപ്പോൾ നമ്മൾ എന്ത് വർക്ക് ചെയ്യുകയാണെങ്കിലും നമ്മൾ അതിൽ ഫുള്ളി അലൈൻഡ് ആവണം എന്നുണ്ടെങ്കിൽ നമ്മൾ മൈൻഡ് അത്രത്തോളം അതിൽ ഫോക്കസ്ഡ് ആവണം. ഇപ്പൊ നമ്മൾ എന്ത് കാര്യം ചെയ്യുകയാണെങ്കിലും അതിലേക്ക് ഫോക്കസ് കിട്ടണമെങ്കിൽ നമ്മൾ മറ്റെല്ലാ ചിന്തയിൽ നിന്നും മാറി നിൽക്കണമല്ലോ. കാരണം ചിലപ്പോൾ നമ്മൾ ആകെ സ്ട്രെസ് ആയിരിക്കും, ചിലപ്പോൾ ഒരുപാട് പ്രശ്നങ്ങളിലൂടെ കടന്നു പോകുമായിരിക്കും. പക്ഷെ ചെയ്യുന്ന കാര്യത്തിൽ ഫുള്ളി ഫോക്കസ്ഡ് ആവണമെന്നുണ്ടെങ്കിൽ മൈൻഡിൽ നിന്ന് ആ സമയത്തേക്ക് ബാക്കിയെല്ലാം, അതാണ് പറയുന്നത് മൈൻഡ്ഫുൾനെസ് പ്രാക്ടീസ് ചെയ്യുന്ന കാര്യത്തിൽ അത്രയും ഫോക്കസ്ഡ് ആയിട്ട് ചെയ്യാൻ പറ്റണം എന്നുണ്ടെങ്കിൽ നമ്മൾ ചിലവരിങ്ങനെ ചില വ്യക്തികളെ കണ്ടാറില്ല, അവരെന്തൊക്കെയോ ചിന്തിച്ചുകൊണ്ടിരിക്കില്ല. എന്ത് കാര്യങ്ങൾ പറഞ്ഞാലും അവർക്ക് പെട്ടെന്ന് മൈൻഡിലേക്ക് കയറൂല. ചിലവർ പറയാലോ, വായിച്ചാലൊന്നും എന്റെ തലയിലേക്ക് അങ്ങോട്ട് കേറൂല എന്നുള്ളത്. അപ്പോ അത്രത്തോളം അവരുടെ പാത്രത്തിൽ ഇങ്ങനെ വേണ്ടാത്ത കാര്യങ്ങൾ നിറഞ്ഞു നിൽക്കുന്നത് കൊണ്ടാണ്. നമ്മൾ വേണ്ടാത്ത കാര്യങ്ങൾ ഒഴിവാക്കി വേണ്ടത് നിറക്കാൻ പറ്റണം എന്നുണ്ടെങ്കിൽ നമ്മൾ ആ സ്പേസ് ക്രിയേറ്റ് ചെയ്യണം എന്നുള്ളതാണ്. അപ്പോ ഇന്നത്തെ നമ്മുടെ ടോപ്പിക് എന്ന് പറഞ്ഞാൽ നെഗറ്റീവ് ടോക്കാണ്. ഈ നമ്മൾ കേട്ടിട്ടുണ്ടാവും പോസിറ്റീവ് ടോക്സുകൾ നമ്മൾ എത്രത്തോളം നമ്മളെ ലൈഫിൽ ഇമ്പാക്ട് ഉണ്ടാക്കുന്നുണ്ട്, അത് ലൈഫിൽ ട്രാൻസ്ഫോർമേഷൻ എത്രത്തോളം റിസൾട്ട് ഉണ്ടാക്കുന്നൊക്കെ. അപ്പൊ ഇന്ന് നമ്മളെ ടോപ്പിക് എന്ന് പറയുന്നത് നെഗറ്റീവ് ടോക്കാണ്. നമ്മളെ ഡേ ടു ഡേ ലൈഫിൽ നിങ്ങൾ തന്നെ ആലോചിച്ച് നോക്കുക, ഓരോ കാര്യങ്ങളും നമ്മൾ ആദ്യം കാണുന്നത് അതിന്റെ നെഗറ്റീവ് ആയിരിക്കും. അല്ലെങ്കിൽ ഒരു കാര്യം ചെയ്യാൻ പോകുമ്പോ, അല്ലെങ്കിൽ ഇത് തെറ്റിപ്പോവോ, ഇത് ശരിയാവോ, അല്ലെങ്കിൽ ഞാൻ ചെയ്താൽ ശരിയാവോ, എന്ത് കാര്യം സ്റ്റാർട്ട് ചെയ്യുമ്പോഴും നമുക്ക് ഉള്ളിൽ നിന്നൊരു ഭയ വരുന്നത്. അപ്പൊ ചെറുപ്പം മുതലേ നമ്മൾ കേട്ടതും കണ്ടതും നമ്മളെ ആളുകൾ വിലയിരുത്തിയിട്ടുള്ളത് അതൊക്കെ വിശ്വാസം വെച്ചിട്ടാണ്. നമ്മൾ വിശ്വാസത്തിൽ നിന്നാണ് വാക്കുകൾ വരുന്നത്, നമ്മളെ പ്രവൃത്തിയിൽ നിന്നാണ് വാക്കുകൾ വരുന്നത്. ഒരു കാര്യം ഒരുപാട് സമയം ചിന്തിച്ച് നമ്മൾ ഒരു കാര്യം പുറത്തേക്ക് പറയണമെന്നുണ്ടെങ്കിൽ, ഇപ്പൊ ഞാൻ എന്റെ എക്സ്പീരിയൻസ് പറയണമെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഇത്തരം ടോക്സുകൾ പറയണമെന്നുണ്ടെങ്കിൽ എന്റെ ഉള്ളിൽ അത് ഓൾറെഡി ഒരു ചിന്ത ആയിട്ട് ഉണ്ടായത് കൊണ്ടാണ്. ഇപ്പൊ നമ്മൾ ഒരു വ്യക്തിയോട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്, ഒരു വ്യക്തിയോട് എക്സ്പീരിയൻസ് ഷെയർ ചെയ്തുകൊണ്ടിരിക്കുകയാണെന്നുണ്ടെങ്കിൽ, ഞാൻ അതിന്റെ മുന്നേ ഈ പറയുന്ന കാര്യങ്ങൾ ഓൾറെഡി ഞാൻ എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ളതാവാം, അല്ലെങ്കിൽ എന്റെ മനസ്സിലൂടെ ഓൾറെഡി ചിന്തയായിട്ട് കടന്നു പോയിട്ടുള്ള കാര്യമാണ് ഞാൻ ഷെയർ ചെയ്യുന്നത്. അപ്പൊ നമ്മൾ വാക്കുകളിലൂടെ കടന്നു പോകണമെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നമ്മളെ നെഗറ്റീവ് ആയിട്ടുള്ള ടോക്സ് വരണമെന്നുണ്ടെങ്കിൽ, ആദ്യം മനസ്സിൽ അത്തരത്തിലുള്ള അനുഭവങ്ങളോ അല്ലെങ്കിൽ അത്തരം സാഹചര്യം ഉണ്ടാക്കിയിട്ടുള്ള വ്യക്തികളൊക്കെ നമ്മുടെ ലൈഫിൽ ഉണ്ടായിട്ടുണ്ടാവുക, അല്ലെങ്കിൽ ചില വ്യക്തികളെ നമ്മൾ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ട്, അവരുടെ പേഴ്സണൽ ലൈഫിൽ അല്ലെങ്കിൽ അവരുടെ കരിയർ ഒക്കെ നമ്മളിൽ ഉണ്ടാക്കിയിട്ടുള്ള ഇമ്പാക്ട് കൊണ്ടായിരിക്കും നമ്മൾ അങ്ങനെ സംസാരിക്കുന്നത്. ഇപ്പൊ ഓരോ ഏരിയനെ കുറിച്ച് സംസാരിക്കുമ്പോൾ നമുക്ക് നമ്മളുടേതായ ഒരു ഒപ്പീനിയൻ ഉണ്ടാവും. ഇപ്പൊ നിങ്ങൾ തന്നെ ആലോചിച്ചൊക്കെ, എല്ലാ കാര്യത്തിനെ കുറിച്ചും നിങ്ങൾക്ക് നിങ്ങളുടേതായ ഒരു ധാരണ ഉണ്ടാവും. ആ ധാരണ എവിടുന്നാ വരുന്നതെന്ന് വെച്ചാൽ വിശ്വാസങ്ങളിൽ നിന്നാണ്. ഈ വിശ്വാസം ജനിക്കുന്നത് എങ്ങനെ? ജനിക്കുന്ന അന്ന്, അതായത് ഒരു ഉമ്മയുടെ ഗർഭപാത്രത്തിൽ നിന്ന് വരുന്നുണ്ട് വിശ്വാസങ്ങളും മനുഷ്യന്റെ ക്യാരക്ടറും ബിഹേവിയറും ഒക്കെ ബിൽഡ് ചെയ്യുന്നുണ്ട് എന്ന് പറയുന്നത്. നമ്മൾ പറയും എത്ര ചെറിയ കുട്ടികളാണെങ്കിലും ഇവരിത് ഒബ്സർവ് ചെയ്തുകൊണ്ടേ ഇരിക്കുന്നുണ്ട്. അപ്പോ ഈ പാരന്റ്സ്, അതായത് മദർ ഫാദർ എന്ന് പറയുന്നത് ക്യാരക്ടർ, അവർ കാണിക്കുന്നതൊക്കെ ഇങ്ങനെ ഒബ്സർവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഈ മക്കൾ എന്ന് പറയുന്നത്. ഇപ്പൊ നിങ്ങളൊക്കെ ഒന്ന് ആലോചിച്ചൊക്കെ, ചെറുപ്പം മുതലേ ഇപ്പൊ നിങ്ങളെ മക്കൾ ആലോചിച്ച് ചെറുപ്പം മുതലേ നമ്മളെ ഉമ്മയും ഉപ്പ എന്താ ചെയ്യുന്നത് അതിങ്ങനെ നിരന്തരം അവര് കളിക്കുമ്പോ വരെ നമ്മളെ ക്യാരക്ടറാണ് അവര് അനുകരിക്കുന്നത്. അപ്പൊ അങ്ങനെ അങ്ങനെ കൊണ്ടുപോകുന്ന കാര്യങ്ങൾ ശരിക്കും പറഞ്ഞാല് അത് പാരന്റ്സിന്റെയും അതേ ഫീൽഡ് തന്നെ ആയിരിക്കും, അതേ കാറ്റഗറിയിലായിരിക്കും നമ്മൾ വിടുന്നത്. അപ്പൊ ഈ വിശ്വാസങ്ങൾ ജനിക്കുന്നത് നമ്മൾ ചെറുപ്പം മുതലേ കേട്ടുകൊണ്ടിരിക്കുന്ന വാക്കുകളിൽ നിന്നാണ്. അപ്പോ നമ്മളെ കുറിച്ച് ഒന്ന് ആലോചിച്ച് നോക്ക്, നമുക്ക് നമ്മളിൽ വിശ്വാസമില്ല. അപ്പൊ ഒരു മനുഷ്യനെ സംബന്ധിച്ച് നിങ്ങൾക്ക് അറിയുന്നുണ്ടാവും, നമ്മളിൽ വിശ്വാസം ഉണ്ടാവുമ്പോ, നമ്മളിൽ സ്നേഹം ഉണ്ടാവുമ്പോ, നമ്മൾക്ക് എത്രത്തോളം റെസ്പെക്ട് കൊടുക്കുന്നോ ആ റെസ്പെക്റ്റേ നമുക്ക് ചുറ്റുഭാഗം നിന്ന് കിട്ടുള്ളൂ. അപ്പൊ ഈ റെസ്പെക്റ്റിനെ കുറിച്ച് നിങ്ങൾ ചിന്തിച്ചു നോക്ക്. നിങ്ങൾ ഇതേ കുറിച്ച് ചിന്തിച്ചിട്ടുണ്ടാവല്ലോ, നമ്മളെപ്പോഴും നമ്മൾക്ക് റെസ്പെക്ട് കിട്ടണം, അതേപോലെ എല്ലാവരും എന്നെ ഒന്ന് പരിഗണിച്ചില്ലെങ്കിൽ, അല്ലെങ്കിൽ ഇപ്പോ ഫാമിലിയിൽ തന്നെ ചില ആളുകൾ എപ്പോഴും ഞാൻ താഴ്ത്തി പറഞ്ഞുകൊണ്ട്, അല്ലെങ്കിൽ നമുക്കൊരു വില നൽകാത്ത ഒരു സിറ്റുവേഷൻ ഒക്കെ ഉണ്ടായിട്ടുണ്ടാവും. അപ്പൊ അത്തരത്തിൽ അപ്പൊ നമ്മളൊക്കെ ആഗ്രഹിക്കും, എന്നൊന്ന് ഈ രീതിയിൽ പരിഗണിച്ചിരുന്നെങ്കിൽ, അല്ലെങ്കിൽ ഫാമിലിയിൽ കുറച്ച് ജസ്റ്റ് ഒരു റോള് തന്നിരുന്നെങ്കിൽ. ഇപ്പോ നമ്മളെ വീട്ടിലൊക്കെ നമ്മൾ ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ, എല്ലാ കുട്ടികളും ഒരുപോലെ പരിഗണിച്ച് ഒരു കുട്ടീനോട് മാത്രം അഭിപ്രായം ചോദിച്ച് മറ്റു കുട്ടിയുടെ അഭിപ്രായം, അത് ചെറിയ കുട്ടി അപ്പൊ അവർക്ക് അഭിപ്രായം വേണ്ടാൽ മുതിർന്നവരോട് അഭിപ്രായം ചോദിക്കുക. അത്തരത്തില് ഇപ്പൊ നമ്മളെ ഫാമിലിയിലെ തന്നെ കാറ്റഗറൈസ് ചെയ്തിട്ടുണ്ടാവും, ചെറിയവരെ വലിയവരെ എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോ ശരിക്കും പറഞ്ഞാൽ നമ്മളെ എക്സ്പീരിയൻസിൽ നിന്നാണ്, ചെറിയ കുട്ടിയായിരിക്കുമ്പോ തന്നെ നമ്മൾക്ക് കിട്ടിയിട്ടുള്ള
പാരന്റിങ്ങിൽ നിന്നാണ് ഇത്തരത്തിലുള്ള നെഗറ്റീവ് ടോക്സ് നമ്മൾ ഇപ്പൊ സ്വയം നമ്മളെ കുറിച്ച് എന്നെ കൊണ്ട് ആവൂല, എന്നെ കൊണ്ട് പറ്റൂല, അല്ലെങ്കിൽ ഞാൻ അത് ചെയ്താൽ ശരിയാവൂല എന്നൊക്കെ ഉള്ളിൽ നിന്ന് വരണം എന്നുണ്ടെങ്കിൽ അത്തരത്തിലുള്ള ഒരു ടോക്സോ അല്ലെങ്കിൽ എക്സ്പീരിയൻസോ നിങ്ങൾക്ക് ഉണ്ടായത് കൊണ്ടാണ് നമ്മൾക്ക് ആരും നമ്മളോട് പറയാതെ തന്നെ ഞാൻ ചെയ്താൽ ശരിയാവില്ല അല്ലെങ്കിൽ എന്നെ കൊണ്ട് പറ്റൂല. ഇത് ചെറുപ്പം മുതലേ നമ്മളെ മോൾഡ് ചെയ്യുന്ന രീതിയാണ്. ചെറുപ്പം മുതലേ നമ്മളെ പാരന്റ്സ് നമ്മളെ പഠിപ്പിച്ചതും നമ്മളെ ആ രീതിയിൽ മോൾഡ് ചെയ്തിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ നമ്മൾ എല്ലാത്തിലും, ചില കുട്ടികളുണ്ടല്ലേ എല്ലാത്തിലും ആക്റ്റീവായിട്ട് എല്ലാത്തിലും അവരുടെ എന്താ ഒപ്പീനിയൻ പറഞ്ഞിട്ടും ഭയങ്കര ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് ഡിസിഷൻ എടുക്കാനൊക്കെ പറ്റുന്ന കുട്ടികൾ. ഇത്തരത്തിലുള്ള കുട്ടികൾ എന്ന് പറയുന്നത് ലൈഫില് അവർക്ക് എല്ലാവരും പരിഗണന കൊടുത്തിട്ടുള്ളതായിരിക്കും. ഫാമിലി ബാക്ക്ഗ്രൗണ്ട് ആണ്, ഒരു കുടുംബാന്തരീക്ഷമാണ് ഒരു കുട്ടിയെ മസ്റ്റായിട്ട് എന്താ ഒരു കുട്ടീനെ വളർത്തുന്നതിൽ വലിയൊരു ഘടകം. അതായത് ചെറുപ്പം മുതലേ ഈ കുടുംബാന്തരീക്ഷമാണ് ഒരു വ്യക്തി. ഇപ്പൊ നിങ്ങൾ മനസ്സിലാക്കുക, ഇപ്പൊ നിങ്ങൾ ഇത് കേൾക്കുമ്പോൾ വിചാരിക്കും ഞാനിപ്പോ ഇത്ര എത്തിയില്ലേ, ഇനിയിപ്പോ ഞാൻ എന്താ എന്റെ ക്യാരക്ടറിൽ ചെയ്യാന്നൊക്കെ. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് നിങ്ങൾക്ക് കിട്ടാത്ത കാര്യങ്ങൾ നിങ്ങൾ മസ്റ്റ് ആയിട്ട് നിങ്ങളെ മക്കൾക്ക് കൊടുക്കേണ്ടത്. കാരണം ആ ഒരു ഞാൻ പറഞ്ഞില്ല, നമ്മളെ പാറ്റേൺ നമ്മളെ മക്കൾ ഇങ്ങനെ വളർന്നു വരുമ്പോൾ നമ്മളെ പാരന്റ്സ് എന്താന്ന് നമുക്ക് തന്നിട്ടുള്ളത് ഇതേ നമുക്ക് കൊടുക്കാൻ പറ്റുള്ളൂ. അപ്പൊ നമുക്ക് അതേ രീതിയിൽ കിട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ഒരിക്കലും നമ്മളെ പാരന്റ്സിനെ എന്താ ബ്ലെയിം ചെയ്യാതെ, അതായത് അവർക്ക് അറിവില്ലാത്തത് കൊണ്ടായിരിക്കും. അപ്പൊ അത്തരത്തിലുള്ള ജനറേഷനിൽ എന്താ നമ്മളാണ് അത് ബ്രേക്ക് ചെയ്യേണ്ടത്. അപ്പോ നിങ്ങൾ മനസ്സിലാക്കുക, ഈ നെഗറ്റീവ് ആയിട്ടുള്ള ടോക്സ് ചെറുപ്പം മുതലേ മക്കളോട് നമ്മൾ പറയുന്ന രീതിയൊക്കെ നമ്മൾ തന്നെ ഒന്ന് അനലൈസ് ചെയ്താൽ മതി. അതായത് ഇത് ചെയ്യരുത്, ഇങ്ങനെ ആക്കരുത്. നമ്മളുടെ ഉള്ളിൽ ഇത് ഭയമായിരിക്കും. ഇപ്പൊ മഴയത്ത് കളിക്കാൻ ഇറങ്ങരുത്. ഇപ്പോ ഇപ്പത്തെ എന്താ ഞാനിപ്പോ ഇന്നൊരു എന്താ ഇൻസ്റ്റഗ്രാമിൽ ഒരു റീല് കണ്ടു. അതായത് ഇപ്പൊ ട്രെൻഡിങ് ആയിട്ടുള്ള ഹെനാൻ ഷാന്റെ സോങ് ഉണ്ടല്ലോ ചിറാപുഞ്ചിയിൽ എന്ന് പറഞ്ഞിട്ടുള്ള. അപ്പൊ അതില് പറയുന്നുണ്ട് എന്താ, അതായത് മഴയത്ത് കളിക്കുന്നത്, എന്നിട്ട് എന്തോ സ്കൂളിന്റെ പേര് ഞാൻ ശ്രദ്ധിച്ചില്ല. അപ്പൊ അതായത് ആ ചിറാപുഞ്ചിയിൽ എന്ന് പറഞ്ഞ ആ പാട്ട് ഇട്ടിട്ട് മഴയത്ത് കുട്ടികൾ ഭയങ്കര കളി. അപ്പൊ ഞാൻ ശരിക്കും പറഞ്ഞാൽ എന്റെ ചൈൽഡ്ഹുഡിലേക്ക് ഒന്ന് പോയപ്പോ ഞങ്ങളുടെ കാലഘട്ടത്തിലൊക്കെ എങ്ങനെയാന്ന് വെച്ചാല് മഴത്ത് ഇറങ്ങിക്കഴിഞ്ഞാല് എന്താ അപ്പോ അന്നൊക്കെ ക്ലാസ്സിലെ ലീഡർ പേര് എഴുതിയിട്ട് അത് എന്താ പ്രിൻസിപ്പലിന് കൊണ്ടുപോയി കൊടുത്ത് അപ്പൊ ഞാൻ അങ്ങനെ ആലോചിച്ച് നോക്കുക. അതേപോലെ വരാന്തയിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞാല് നമുക്ക് അതിനനുസരിച്ച് ശരിക്കും പറഞ്ഞാൽ നമുക്ക് അവിടെ ഒന്ന് ഓപ്പൺ അപ്പ് ആവാൻ പറ്റിയിട്ടില്ല. നമ്മളെ ഒന്ന് എക്സ്പാൻഡ് ചെയ്യാനോ നമുക്കൊന്ന് ജോയ്ഫുൾ ആവാനോ, അല്ലെങ്കിൽ ഒരിക്കലും മഴ നനഞ്ഞാല് പനി വരുന്നില്ല. അതൊരു വിശ്വാസമാണ്. അപ്പൊ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക, ഞാനിപ്പോ നന്നായിട്ട് മഴ നനയുന്ന ആള്. അപ്പൊ ഇന്നും കൂടി ഞാൻ നന്നായിട്ട് മഴ നനഞ്ഞിട്ടുണ്ട്. അതൊരു ഹീലിംഗ് ആണ്. ഈ മഴ നനയുക നാച്ചുറൽ ആയിട്ട് അത്ര കണക്ട് ചെയ്ത് നമുക്ക് അത്തരത്തിലുള്ള ഒരു വിശ്വാസം ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് മഴ നനഞ്ഞു നോക്കും, ഭയങ്കര രസമായിരിക്കും. അത് എക്സ്പീരിയൻസ് ചെയ്യാത്തത് കൊണ്ട് തന്നെ പാരന്റ്സിന് അതൊക്കെ മഴ നനയുക അല്ലെങ്കിൽ എന്താ കാലില് ചെരുപ്പ് ഇടാതെ നടക്കുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാല് ഇന്നത്തെ മക്കൾ അതൊന്നും ചെയ്യല്ലേ എന്ന് പറഞ്ഞിട്ടാണ് നമ്മള് പറഞ്ഞു കൊടുക്കാറ്. ഇപ്പൊ നമ്മളെ പാരന്റ്സ് ആണെങ്കിലും നമുക്ക് പറഞ്ഞു തരാല്ലേ അങ്ങനെ ചെയ്യില്ലേ, ചളിയാവും, ചളിയിൽ കളിക്കല്ലേ, അങ്ങനെ ചെറുപ്പം മുതലേ നമുക്ക് പറഞ്ഞു തരല്ലേ, കുരുത്തക്കേട് കാണിക്കല്ലേ, അവിടെ പോവല്ലേ ഇവിടെ പോവല്ലേ, ഇത് ചെയ്യല്ലേ, ഇതാണ് പറഞ്ഞു തരുന്നത്. അല്ലെങ്കിൽ എന്ത് ചെയ്യണം എന്ന് നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ടാവില്ല. അത് ചെയ്താൽ ശരിയല്ല, അത് ചെയ്താൽ ശരിയല്ല. പിന്നെ ഇപ്പൊ നിങ്ങൾ ഓരോ പാരന്റിങ്ങിലും ഞാനൊക്കെ എപ്പോഴും ക്യാച്ച് ചെയ്യാറുള്ളത് ഒരു പോസിറ്റീവ് പാരന്റിങ്ങും ഒരു നെഗറ്റീവ് പാരന്റിങ്ങും നമുക്ക് ശരിക്കും ഒരാളെ കാഴ്ചയിൽ തന്നെ മനസ്സിലാവും. നമ്മൾ ഒരു കുട്ടീനെ ഇങ്ങനെ നടന്നു പോകുമ്പോൾ നമ്മൾ ആ കുട്ടീനെ ഇങ്ങനെ ഭയത്തോടെ, ആ കുട്ടി എന്തെങ്കിലും വീണ് പോവോ, അല്ലെങ്കിൽ എന്തെങ്കിലും പറ്റി പോകുമോ, അല്ലെങ്കിൽ വെള്ളത്തിൽ വീണ എന്തെങ്കിലും നമ്മൾ എന്തെങ്കിലും സംഭവിക്കുമോ, നമ്മളെ ഭയം, നമ്മളെ ഉള്ളിലുള്ള ഭയമാണ് നമ്മളെ മക്കളിൽ അത് ചെയ്യരുത്, അത് പറയരുത്, ഈ രീതിയിൽ ആക്കരുത് എന്നൊക്കെ പറയുന്നത്. ഇപ്പൊ നിങ്ങൾ തന്നെ മനസ്സിലാക്കിയാൽ മതി. നിങ്ങൾ എത്രത്തോളം ഒരു കാര്യത്തിൽ ഉൾവലിവുണ്ട്, അത് നിങ്ങളെ മക്കളിൽ നിങ്ങൾ അത് ചെയ്യരുത്. അല്ലെങ്കിൽ കുട്ടികൾ എന്തെങ്കിലും ചെയ്യുമ്പോൾ അത് ഇപ്പൊ കത്തി എടുത്താൽ കത്തി കയ്യിൽ തട്ടും എന്നാണ് നമ്മൾ പറഞ്ഞു കൊടുക്കുന്നത്. അപ്പൊ അതായത് അതിന് നെഗറ്റീവ് സൈഡാണ് നമ്മൾ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ അതിന് പകരം കത്തി തൈര് തട്ടിയാൽ മുറിവാകും, അത് അവിടെ വെക്കുക, ആ രീതിയിലല്ല നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്. അപ്പൊ നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്തുകൊണ്ടേ ഇരിക്കുന്നത് ചെയ്യരുത്, പറയരുത്, അങ്ങനെ ചെയ്താല് അങ്ങനെ നമ്മളൊരു ഒരു ബെസ്റ്റ് ഫ്രണ്ട് റോൾ എടുത്ത് നമ്മളൊരു പാരന്റിങ്ങിൽ കൊടുക്കുകയാണെങ്കിൽ നമ്മൾ എപ്പോഴും ഇങ്ങനെ ഇരിക്കും, ഇങ്ങനെ ചെയ്താൽ എനിക്ക് ബെസ്റ്റ് റിസൾട്ട് ആയിരിക്കും, അല്ലെങ്കിൽ ഈ രീതിയിൽ ഒന്ന് പഠിച്ചു നോക്കുന്നുള്ളതാണ്. പക്ഷെ നമ്മൾ എന്ത് ചെയ്യരുത്. ഇപ്പൊ നമ്മളൊക്കെ തന്നെ നിങ്ങൾ ആലോചിച്ചാൽ മതി, എന്ത് ചെയ്യരുത്, അങ്ങനെ പോകരുത്, ഇങ്ങനെ ചെയ്യരുത്, കുറേ റൂൾസ് ആയിരിക്കും നമ്മൾക്കൊക്കെ പാരന്റിങ്ങിൽ കിട്ടിയിട്ടുണ്ടാവുക. അപ്പൊ ആ റൂൾസ് അതുപോലെയാണ് നമ്മളെ മക്കൾക്ക് കൊടുത്തുകൊണ്ടിരിക്കുന്നത്. ഇതാണ് ഈ വിശ്വാസങ്ങളാണ് നമ്മൾക്ക് സംസാരമായിട്ട്. ഇപ്പൊ നമ്മളെ കുറിച്ച് തന്നെ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക, നിങ്ങളെ കുറിച്ച് എത്രത്തോളം ലിമിറ്റിംഗ് ആണ് ബിലീഫ്സ് ആണ് നിങ്ങൾക്ക് ഉള്ളത് എന്നുണ്ടെങ്കിൽ അതാണ് നിങ്ങളുടെ വിശ്വാസം, അതാണ് നിങ്ങളുടെ
ടോക്സ് ആയിട്ട് വരുന്നത്. നമ്മളെ കുറിച്ച് സംസാരിക്കുന്ന ഓരോ വേർഡ്സും ഹൈലി പവർഫുൾ ആണ്. അതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുള്ളത്, ആവർത്തിച്ചുച്ചരിക്കുന്ന കാര്യമാണ് ഈ അഫർമേഷൻ എന്ന് പറയുന്നത്. ആവർത്തിച്ച് നമ്മളെ കുറിച്ച് നമ്മൾ ഒരു വിശ്വാസം ഉണ്ടാക്കുകയാണ് ചെയ്യുന്നത്. നമുക്ക് അങ്ങനെ ഒരു വിശ്വാസം ഇല്ലാത്തത് കൊണ്ടാണ് നമ്മൾ ഇത്തരത്തിലുള്ള ഒരു സിറ്റുവേഷനോ അല്ലെങ്കിൽ ഒരു പ്രയാസഘട്ടങ്ങളിൽ, അല്ലെങ്കിൽ നമ്മൾക്ക് വിശ്വാസം ഇല്ലെങ്കിൽ ഈ ലോകത്ത് ആര് നമ്മളെ വിശ്വസിച്ചിട്ടും കാര്യമില്ല. നമ്മളെ പാർട്ട്ണർ, നമ്മളെ പാരന്റ്സ്, ഇവരൊക്കെ നമ്മൾ നന്നായിട്ട് വിശ്വസിച്ചിട്ടുണ്ടെങ്കിലും നമുക്ക് നമ്മളിൽ ഒരു വിശ്വാസം, അല്ലെങ്കിൽ ഞാൻ ചെയ്താൽ അത് ശരിയാവൂല, അല്ലെങ്കിൽ ഞാൻ അത് കറക്റ്റ് ചെയ്യൂല എന്നുള്ള ആ ഒരു വിശ്വാസമാണ് നമുക്ക് നമ്മുടെ ഉള്ളിൽ ഉണ്ട് എന്നുണ്ടെങ്കിൽ നമ്മൾ ആ നെഗറ്റീവ് പാറ്റേണിലൂടെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ആ നെഗറ്റീവ് പാറ്റേൺ ആണ് നമ്മൾക്ക് അത്തരത്തിലുള്ള സംസാരത്തിലേക്കൊക്കെ എത്തിക്കുന്നത്. നമ്മളെ കുറിച്ച് ഇപ്പോ വിശ്വാസം നമുക്കറിയാം, നമുക്ക് നമ്മളിൽ എത്രത്തോളം വിശ്വാസം ഉണ്ട്, നമുക്ക് നമ്മളിൽ എത്രത്തോളം സ്നേഹമുണ്ട്, അത് നമുക്ക് സ്പ്രെഡ് ചെയ്യാൻ പറ്റും. അത് നമുക്ക് നന്നായിട്ട് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും ലൈഫിൽ അത്തരത്തിൽ എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും. അപ്പോ സെൽഫിനെ അത്രത്തോളം കണക്ട് ചെയ്യുന്ന ആളുകൾക്കാണ് ലൈഫിൽ ഫ്ലറിഷ് ചെയ്യാൻ പറ്റുക. ലൈഫ് നമുക്ക് ബ്യൂട്ടിഫുൾ ആയിട്ട് മുന്നോട്ട് കൊണ്ടുപോകണം എന്നുണ്ടെങ്കിൽ അത്രത്തോളം നമ്മൾ സെൽഫിൽ വർക്ക് ചെയ്യുന്ന ആളുകളായിരിക്കണം, അത്രത്തോളം നമ്മളിൽ വിശ്വാസമുള്ള ആളുകളായിരിക്കണം, അത്രത്തോളം നമ്മളെ കുറിച്ച് പോസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾക്ക് ഉണ്ടായിരിക്കണം എന്നുള്ളതാണ്. ഇപ്പൊ പല സെഷൻസിലും നമ്മൾ പറയുന്ന ഒരു കാര്യമാണ്, പോസിറ്റീവ് ആയിട്ട് നമ്മളെ കുറിച്ച് എന്തെങ്കിലും എഴുതാൻ പറഞ്ഞാൽ പല ആളുകൾക്കും കഴിവുകളേ ഇല്ല എന്ന് പറയാം. അതായത് ഞാനങ്ങനെ ചിലർക്ക് കഴിവ് കണ്ണിൽ കാണേണ്ടി വരും, പാട്ട് പാടേണ്ടി വരും, ചിത്രം വരക്കേണ്ടി വരും. അത്തരത്തിലുള്ള കഴിവുകളൊന്നും ഇല്ല എന്നാണ് വിശ്വസിച്ച് പോയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ അതൊന്ന് ട്രൈ ചെയ്യാനോ അല്ലെങ്കിൽ അതിൽക്കൊന്ന് ഇൻവോൾവ്, ഇപ്പൊ ഇന്നത്തെ കാലത്ത് കുട്ടികളെ സംബന്ധിച്ച് അവർക്ക് അത് സ്കില്ല് ഡെവലപ്പ് ചെയ്യാൻ ഒരുപാട് ഓപ്ഷൻസുകൾ ഉണ്ട്. പക്ഷെ പാരന്റ്സിന്റെ ആ റൂട്ട് വഴി വരികയാണെങ്കിൽ അവിടെ അവർക്ക് എങ്ങനെയാണോ കിട്ടിയിട്ടുള്ളത്. അപ്പൊ എപ്പോഴും ഞാൻ പറയുന്ന ഒരു കാര്യമാണ്, ഇപ്പൊ നമുക്ക് പാരന്റിങ് നമ്മൾക്ക് കിട്ടിയിട്ടുള്ള പാരന്റ്സിങ് നമുക്ക് അത്രത്തോളം ഫ്രൂട്ട്ഫുൾ അല്ലായിട്ടുണ്ട് എന്നുണ്ടെങ്കിലും നമ്മൾ അത് കൊടുക്കുന്നത് അത്രത്തോളം, കാരണം ഒരു ജനറേഷൻ ആണ് അവിടെ വളർന്നു വരുന്നത്. ഒരു നമ്മൾ പറയാലോ, ഒരു കുട്ടി നന്നായാലേ വീട്ടിലുള്ള ബാക്കിയുള്ളവരൊക്കെ മാറ്റാൻ ആ കുട്ടിക്ക് പറ്റും. അല്ലെങ്കിൽ ഒരു പാരന്റ് മാറിയ, അല്ലെങ്കിൽ ഒരു ഫാദർ മാറിയ വീട്ടിലുള്ളവരൊക്കെ മറിക്കാന് നമ്മൾ മാറിയാൽ നമ്മളെ ചുറ്റുപാട് മാറും എന്ന് പറയുന്നത് പോലെ ഒരു സമൂഹം മാറും. ആ കുട്ടിയുടെ ഫ്രണ്ട്സിന് മാറ്റങ്ങൾ സംഭവിക്കും. അങ്ങനെ ഓരോ കുട്ടിയിലുണ്ടാവുന്ന ചേഞ്ചസ്, അല്ലെങ്കിൽ ഓരോരുത്തരുടെ വാക്കുകളിൽ ഉണ്ടാകുന്ന ഇമ്പാക്ട് എന്ന് പറയുന്നത് വളരെ വലുതാണെന്നുള്ളതാണ്. ഇപ്പൊ നമ്മളൊക്കെ സംബന്ധിച്ച് നമ്മളെ ഫ്രണ്ട്സിനോടൊക്കെ ഇപ്പൊ ഈ എക്സ്ക്യൂസസ് പറയുന്ന ആളുകൾ ഉണ്ടാവും. ഇപ്പൊ എന്ത് കാര്യത്തിൽ നമുക്ക് എക്സ്ക്യൂസസ് പറയാൻ ഒരുപാട് കാരണങ്ങൾ ഉണ്ടാവും ലൈഫിൽ. ഇപ്പോ ഇതെനിക്ക് സംഭവിക്കുന്നില്ല, എന്തുകൊണ്ടാന്ന് ചോദിച്ചാല് നമ്മള് കംഫർട്ട് സോണിൽ ഇരിക്കുന്ന ആളുകളാണ് എക്സ്ക്യൂസസ് ചെയ്യുക. അതായത് എന്ത് കാര്യത്തിനും നമുക്ക് എക്സ്ക്യൂസ് ആയിരിക്കും. അപ്പൊ ഈ എക്സ്ക്യൂസസ് വരാനും നമുക്ക് ലൈഫിലെ ലെസൺസ് കൊണ്ടായിരിക്കും അത്തരത്തിലുള്ള എക്സ്ക്യൂസസ് വരുന്നത്. അപ്പോ ഈ നെഗറ്റീവ് ടോക്സിന്റെ ഒരു പാറ്റേൺ നമ്മുടെ ഉള്ളിൽ ഉണ്ട് എന്നുണ്ടെങ്കിൽ നമ്മൾ സത്യം പറഞ്ഞാൽ നമ്മൾ വിശ്വസിക്കൂല എന്നുള്ളതാണ്. അങ്ങനെ യഥാർത്ഥത്തിൽ നമുക്ക് നമ്മളിൽ വിശ്വാസം ഉണ്ടാണ്. ഇപ്പൊ നിങ്ങളെ സംബന്ധിച്ചൊക്കെ നിങ്ങളെ ഡിഫൈൻ, ഞാൻ എപ്പോഴും പറയുന്നതാണ്, നമ്മളെങ്ങനെയാണോ ഡിഫൈൻ ചെയ്യുന്നത്, നമ്മളെങ്ങനെയാണ്, നമ്മളെ സ്റ്റോറി എങ്ങനെയാണ് നമ്മൾ എഴുതുന്നത്. ഇപ്പോ ചില ആളുകളുടെ സ്റ്റോറി, അല്ലെങ്കിൽ ഈ വിജയിച്ച ആളുകളുടെ സ്റ്റോറി കേട്ടാൽ നമുക്ക് അത്ഭുതം തോന്നും. ഇവർക്ക് ഇങ്ങനെ ഇത്ര ശക്തി, അതുപോലെ ധൈര്യത്തോടെ ഇത്തരം കാര്യങ്ങളൊക്കെ പറയാൻ പറ്റുന്നത്. എത്ര തോൽവി വന്നിട്ടുണ്ടെങ്കിൽ ആ തോൽവി സംഭവിച്ചിട്ടുണ്ട്, അതിൽ നിന്നാണ് ഞാൻ കരകയറിയിട്ടുള്ളത് എന്നൊക്കെ പറഞ്ഞ് ചിലരുടെ ഓട്ടോബയോഗ്രഫി ഒക്കെ കാണുമ്പോൾ നമുക്ക് അത്ഭുതം തോന്നാറുണ്ട്. അതുപോലെ നമ്മൾക്കും ഉണ്ട് ഉയർന്നെഴുന്നേൽപ്പിക്കാൻ പറ്റുന്ന ഒരു ശക്തിയും. അത് എവിടെയാണുള്ളതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ പുറത്ത് അന്വേഷിക്കേണ്ട കാര്യമല്ല, അല്ലെങ്കിൽ ഇത് എങ്ങനെ സംഭവിക്കും, അല്ലെങ്കിൽ നമ്മൾ ചാറ്റ് ജിപിടിയോട് ചോദിക്കേണ്ട കാര്യം, അല്ലെങ്കിൽ ഗൂഗിളിനെ മീറ്റ് ചെയ്ത് നമ്മൾ ഇങ്ങനെ ചെയ്യേണ്ട കാര്യമല്ല, അല്ലെങ്കിൽ എന്താണ് ഞാൻ ഇത് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ ഇതിന് ഇമ്പ്രൂവ് ചെയ്യാൻ 5 ടിപ്സ്, അതൊക്കെ നമുക്ക് യൂട്യൂബിലും എന്താ പല സോഷ്യൽ മീഡിയയിലും നമുക്ക് കിട്ടും, ടിപ്സുകളായിട്ടും ട്രിക്സുകളായിട്ടൊക്കെ. പക്ഷെ ഈ ഉള്ളിലുള്ള ഈ വിശ്വാസവും അതിനുള്ള പോസിറ്റീവ് ആയിട്ടുള്ള സ്റ്റോക്സും കിട്ടുന്നത് ശരിക്കും പറഞ്ഞാല് നമ്മളെ എത്രത്തോളം കണക്ട് ചെയ്ത് നിൽക്കുന്നു. നിങ്ങൾ ഞാൻ പറഞ്ഞല്ലോ, ട്രാൻസ്ഫോർമേഷൻ എന്ന ഈ ജേർണിയിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, നമ്മൾ മനസ്സിൽ ഒരു പവർ ഉണ്ട്. ആ പവറിനെ നമുക്ക് എടുത്തെടുക്കാൻ പറ്റുകയാണ്. ഇപ്പോഴും നിങ്ങൾക്ക് ഒരുപാട് ലിമിറ്റേഷൻസ് ഉണ്ടാവും, എനിക്കും ഉണ്ട് ഒരുപാട് ലിമിറ്റേഷൻസ്, നിങ്ങൾക്കുണ്ട്. മനുഷ്യനായിട്ട് കഴിവുകളെക്കാളും ചിലപ്പോൾ കുറവുകൾ ഉണ്ടാവാം, കുറവുകളെക്കാൾ കഴിവുകൾ ഉണ്ടാവും. പക്ഷെ നമുക്ക് അതിനെ കവർ ചെയ്യാൻ പറ്റും. എങ്ങനെ? നമ്മളെ കഴിവുകളെ, നമുക്ക് സ്കില്ലുകളെ ഡെവലപ്പ് ചെയ്തിട്ടും നമ്മുടെ ഉള്ളിലുള്ള പൊട്ടൻഷ്യൽ തിരിച്ചറിഞ്ഞുകൊണ്ടും. ഞാൻ പറഞ്ഞല്ലോ, ഒരു മനുഷ്യനും ഫുള്ളായിട്ട് ഹീൽഡ് ചെയ്ത് ഈ ലോകത്ത് ആരുമില്ല. പല ആളുകളും പറയുന്ന എക്സ്ക്യൂസസിൽ ഒന്നാണ് എന്താ
എനിക്കിത് സംഭവിക്കുന്നു ഇപ്പൊ. ഇതിൽ പല ആളുകളും വന്നിട്ടുള്ളത് എന്താ, ഇതിന്റെ ലാസ്റ്റ് ഓപ്ഷനാണ്, അല്ലെങ്കിൽ ഇതിന്ന് എനിക്ക് എങ്ങനെയെങ്കിലും ഒന്ന് കരകയറണം, ഇതൊന്ന് ശരിയായ എന്റെ ലൈഫ് ടോട്ടലി ശരിയാവും, അല്ലെങ്കിൽ എന്റെ സിറ്റുവേഷൻ ഇത് മാത്രമാണ്, ബാക്കി എല്ലാം ഓക്കെയാണ്, ഇതൊന്ന് ശരിയായാൽ ഇതൊന്ന് ശരിയാകാന്ന് പറഞ്ഞ ഒരു പോയിന്റ് ഇട്ട് വെച്ചിട്ടുണ്ടാവും. ആ പോയിന്റ് ശരിയാവാതെ പല ആളുകളും അതായത് ഇതൊന്ന് ശരിയായ എന്റെ ലൈഫ് ശരിയാവും, അല്ലെങ്കിൽ ഈ ഒരു പ്രശ്നം എന്റെ മനസ്സിൽ നിന്ന് പോയാൽ ഞാൻ എല്ലാം അതിൻ്റെത് കറക്റ്റ് ആവും എന്നൊക്കെ പറയുന്ന ആളുകളുണ്ട്. ശരിക്കും പറഞ്ഞാൽ ആ പോയിന്റിൽ ഇങ്ങനെ പിടിച്ചു നിന്നിട്ട് നമ്മൾ ഇവിടെയും ശരിയല്ല ഇവിടെയും ശരിയല്ല, അപ്പൊ ആ ഒരു പ്രശ്നം, ആ ഒരു ഇഷ്യൂവിനെ ഫേസ് ചെയ്തിട്ടാണ് നമ്മൾ നിൽക്കുന്നത്. അത് കയ്യിൽ ഹോൾഡ് ചെയ്ത് വെച്ചിട്ട് നമ്മളിങ്ങനെ സന്തോഷവും ഇല്ല, സമാധാനവും ഇല്ല, ലൈഫിൽ അങ്ങനെയാണ്, ആഗ്രഹങ്ങളും പോലും ഇല്ല, ഇതാണ് പ്രശ്നമാണ് ഹോൾഡ് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഈ പ്രശ്നത്തെ ഒന്ന് റിലീഫ് ചെയ്ത് വിടാൻ, അതായത് അതൊന്നൊന്ന് അതായത് നമുക്ക് അങ്ങനെ ഒരു പ്രശ്നമുണ്ട് അക്സെപ്റ്റ് ചെയ്ത്, ചിലപ്പോൾ തീരെ കോൺഫിഡൻസ് ഇല്ലാത്ത അവസ്ഥ ആയിരിക്കാം, ചിലപ്പോൾ ഈ ലൈഫിലുള്ള ഒരു റിലേഷൻഷിപ്പ് ഇഷ്യൂ ആകാം. ഇത് മുറുകെ പിടിച്ചിക്കാണ്, ഇതൊന്നും മാറിയില്ലെങ്കിൽ ഇതാണ് എന്റെ പ്രശ്നം, ഇതാണ് എന്റെ പ്രശ്നം എന്ന് പറഞ്ഞ് നമ്മളെ തന്നെ ഇതാണ് എന്റെ പ്രശ്നം എന്ന് പറഞ്ഞ് ഹോൾഡ് ചെയ്ത് വെക്കുന്നുണ്ട്. ആ ഹോൾഡ് ചെയ്തതിന് നമുക്ക് ലൈഫിൽ വരുന്ന പ്രശ്നത്തെ നമ്മളൊന്ന് അക്സെപ്റ്റ് ചെയ്യണം. എന്തായാലും നമ്മൾ ലൈഫിൽ ഇത് എനിക്കുണ്ട്, അത് അക്സെപ്റ്റ് ചെയ്യാതെ നമ്മൾ അതൊന്ന് ഒളിച്ചോടാൻ ശ്രമിച്ചു കഴിഞ്ഞാല് ഒരിക്കലും അതിൽ നിന്ന് മാറ്റം വരുത്താൻ പറ്റൂല. അപ്പോ ലൈഫിൽ ഈ പ്രശ്നത്തെ നമ്മൾ അക്സെപ്റ്റ് ചെയ്താൽ മാത്രമാണ് അതിൽ നിന്ന് നമുക്കൊരു മാറ്റം കൊണ്ടുവരുത്താൻ പറ്റുള്ളൂ. ഇതിനെ കവർ അപ്പ് ചെയ്യാൻ രൂപത്തില് നമ്മളിപ്പോ അതിനെ കവർ ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നമുക്ക് ഫുള്ളി അത് ക്ലിയർ ആയിട്ട് ഞാനൊരു വേറൊരു കാര്യത്തിന് റെഡി ആവുന്നുള്ളൂ എന്നുള്ളതല്ല. ഇപ്പൊ ഇതിൽ ഇസ്ലാമെ പറഞ്ഞിട്ടുള്ള ഒരു കാര്യം ഉണ്ടായിരുന്നു, എനിക്ക് എക്സാം ആണ് അതുകൊണ്ട് ഈ സെഷൻ അറ്റൻഡ് ചെയ്യാൻ പറ്റുമോ എന്നൊക്കെ പറഞ്ഞു. അതായത് അല്ലെങ്കിൽ എനിക്ക് അടുത്ത മാസം ഇന്ന ഒരു പരിപാടി ഉണ്ട്, അത് കഴിഞ്ഞിട്ട് ഞാൻ ഇന്ന കാര്യം ചെയ്യാം, അല്ലെങ്കിൽ അങ്ങനെ ഓരോരുത്തർക്കും എക്സ്ക്യൂസസ് പലരും പലതും പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. അല്ലെങ്കിൽ ടൂൾസ് ചെയ്യാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ എനിക്ക് ഇന്ന പ്രശ്നമായിരുന്നു, അല്ലെങ്കിൽ വീട്ടിൽ ഇങ്ങനെ ഒരു ഫംഗ്ഷൻ വന്നു. ഓക്കെ, നമ്മൾ ആ ഒരു സെറ്റ് ഫ്രീ മൂഡിൽ അത് വിടണം. നമ്മളെ സിറ്റുവേഷൻ ഒക്കെ അങ്ങനെ ആയിരിക്കും. പക്ഷെ നമ്മുടെ മൈൻഡിൽ എന്താ നമ്മൾ കൊടുക്കുന്നത്, അത് ഞാൻ 2 ദിവസം ചെയ്തില്ല, അല്ലെങ്കിൽ ഒരു ദിവസം ചെയ്യാൻ പറ്റിയില്ല എന്നാണ് നമ്മളെ മനസ്സിലൊരു പെയിൻ ആക്കി നമ്മൾ അത് ഹോൾഡ് ചെയ്ത് വെച്ചിട്ട് എന്നിട്ട് നമ്മൾ ഇത് ട്രൈ ചെയ്യാൻ നോക്കുമ്പോൾ നമ്മളെ മനസ്സിൽ എന്താ, ഇത് ചെയ്തിട്ടില്ല ചെയ്തിട്ടില്ല, ചെയ്യാത്തത് കൊണ്ടാണ് എനിക്ക് കിട്ടാത്തത്. ഇതില് പല ആളുകളുണ്ടാവും അങ്ങനെ. അതായത് എനിക്ക് നമ്മൾ സെഷനിൽ പറയുന്ന ടൂൾസുകളും ടെക്നിക്സ് ഒക്കെ യൂസ് ചെയ്യാം. ഒരുപാട് ആളുകൾ റിസൾട്ട് ഉണ്ടാക്കിയിട്ട് ഇങ്ങനെ ഓരോ കാര്യങ്ങൾ പറയുമ്പോൾ വലിയ വലിയ വോയിസ് ആകുമ്പോൾ ശരിക്കും പറഞ്ഞാൽ അത് ഷെയർ ചെയ്യാനും കൂടി പറ്റുന്നില്ല. അപ്പൊ അത്തരത്തിലുള്ള വോയിസ് ആകുമ്പോൾ അവരത്രയും അവരിലാണ് കണക്ട് ചെയ്ത് നിൽക്കുന്നത്. ഞാൻ പറഞ്ഞല്ലോ, എക്സ്റ്റേണൽ ഫാക്ടറിൽ അല്ലാതെ നമ്മളിൽ കണക്ട് ചെയ്യുമ്പോഴാണ് നമ്മളിൽ നിന്ന് വരുന്ന ഓരോ വേർഡ്സുകളും, നമ്മൾ ഒബ്സർവ് ചെയ്യുന്ന മെന്റാലിറ്റിയാണ് നമ്മൾ വളർത്തേണ്ടത്. പുറമെ പല പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ഇഷ്യൂസ് ഒക്കെ വരും, പക്ഷെ നമ്മൾ പരാതിയെ പറയുന്നില്ല. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്, നമുക്ക് എക്സ്ക്യൂസസ് പറയാനും പരാതി പറയാനും ഒരുപാട് കാരണങ്ങൾ ഉണ്ടാവും ലൈഫിൽ. എന്ത് കാര്യത്തിൽ നമ്മൾക്ക് ഇറങ്ങി പുറപ്പെട്ട് കഴിഞ്ഞാൽ ഒരുപാട് ബാഡ് എക്സ്പീരിയൻസ് ഉണ്ടാവും. അപ്പോ ഒരു സ്കില്ല് പഠിക്കാൻ ഇറങ്ങുകയാണ് നമ്മള്. ഇപ്പോ ഇതില് പല പ്രായക്കാരുണ്ട്, വ്യത്യസ്ത പ്രായക്കാരാണ്. അപ്പൊ എന്താ, ഇനി ഇത് റെക്കോർഡ് കേൾക്കാനും ഒരുപാട് ആളുകളുണ്ട്. അപ്പൊ അവർക്കൊക്കെ എന്താ പ്രശ്നം എന്ന് വെച്ചാല് എന്താ, ഈ ഒരു രീതിയിൽ, അതായത് സ്കിൽ ഇംപ്രൂവ് ചെയ്യാനും ചില ആളുകൾ ഏജിനായിരിക്കും ലിമിറ്റ് ചെയ്യുന്നത്. എനിക്ക് ഇത്ര പ്രായമായി, എനിക്കിത് കേട്ടാ മനസ്സിൽ കൊള്ളൂ, ഇതൊക്കെ നമ്മൾ മനസ്സിൽ ഹോൾഡ് ചെയ്ത് വെച്ചതുകൊണ്ട് തന്നെ നമുക്ക് അതിനുള്ള റിസൾട്ടാണ് അവിടെ കിട്ടുക എന്നുള്ളത്. എന്ത് കാര്യമാണ് നമ്മൾ അതിന് എന്ത് നീയത്തോടു കൂടിയാണ് അതിന് പുറപ്പെടുന്നത്, അതിനനുസരിച്ചായിരിക്കും നമ്മൾക്ക് അതിന് റിസൾട്ട് കിട്ടുക. ഇപ്പോ എന്താ, ഇപ്പൊ എല്ലാരും തെളിയിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് ഏജ് ഈസ് എ ജസ്റ്റ് നമ്പർ എന്നുള്ളത്. പക്ഷെ പല ആളുകളും ഇപ്പോഴും എന്റെ പ്രായം ഇതായി, അല്ലെങ്കിൽ എന്റെ ലിമിറ്റേഷൻ ഇതായി എന്ന് പറഞ്ഞ് ലിമിറ്റ് ചെയ്യുന്ന ഒരുപാട് ഫാക്ടേഴ്സ് ഉണ്ട്. ആ ഫാക്ടേഴ്സിനെ നമ്മൾ അക്സെപ്റ്റ് ചെയ്യണം, നമ്മള് കാര്യം അതാണെന്നുള്ളത്. പക്ഷെ അതിന്ന് മൂവ് ഓൺ ചെയ്യണം എന്നുണ്ടെങ്കിൽ അതിനേക്കാൾ നമ്മളെ കുറിച്ച് അതിനേക്കാൾ കഴിവുകൾ, നമ്മളെ വിഷസുകൾ അതിൽ നമ്മൾ ഫോക്കസ്ഡ് ആവണം എന്നുണ്ടെങ്കിൽ മനസ്സിനെ നമ്മൾ അതിന് പാകപ്പെടുത്തണം. അതിനാണ് നമ്മൾ പറയുന്നത് മൈൻഡ് പവർ ഉപയോഗിക്കുക, മനഃശക്തി പരിശീലനം എന്നൊക്കെ പറയുന്നത്. ഈ മനഃശക്തി പരിശീലനത്തിലൂടെ നമുക്ക് ലൈഫിന്റെ എല്ലാ ഏരിയയിലും ക്ലിയർ ആയി, ഈ എല്ലാ ഏരിയയിലും നമുക്ക് ക്ലിയർ ആക്കാൻ പറ്റുന്ന നമ്മളെ ഇന്റേണൽ വേൾഡിലാണ് നമ്മൾ വർക്ക് ചെയ്യുന്നത്. ഈ ഇന്റേണൽ വേൾഡിൽ വർക്ക് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മൾ പുറത്തുള്ള ഒരു ഫാക്ടേഴ്സുമായി നമ്മൾ കണക്റ്റഡ് അല്ല, നമ്മൾ അറ്റാച്ച്ഡ് അല്ല. അപ്പൊ പല ആളുകളും പറയാം, അതിന് എനിക്ക് ഇങ്ങനെ ചെയ്യേണ്ട, ഫാമിലിയിൽ ഒരുപാട് പ്രാരാബ്ദങ്ങളാണ്, മക്കളുണ്ട്, അങ്ങനെ അതൊക്കെ എക്സ്ക്യൂസസ് ആണ്. നിങ്ങൾക്ക് തോന്നുന്നുണ്ടാവും ഇങ്ങനെയൊക്കെ പറയുന്നത് കൊണ്ട് അതെ എന്റെ സിറ്റുവേഷൻ അങ്ങനെയല്ല എന്നൊക്കെ ഉള്ളത്. നിങ്ങൾ ലൈഫിനെ നോക്കി കാണേണ്ട ആ ഒരു 360 ഡിഗ്രിയിൽ നിങ്ങൾ തന്നെ നിങ്ങളെ ലൈഫിനെ ഡിഫൈൻ ചെയ്യാനോ റീറേറ്റ് ചെയ്യാനോ നിങ്ങൾ തയ്യാറാണ്. ഇപ്പൊ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ തലയിൽ കയറുന്നുണ്ട്, പക്ഷെ അതൊരു വിസ്റ്റമായിട്ട് പ്രവർത്തിക്കണം എന്നുണ്ടെങ്കിൽ
ഇതിലൂടെ നിങ്ങൾ കടന്നു പോകണം. അറ്റ്ലീസ്റ്റ് നിങ്ങൾ, ഞാൻ പറഞ്ഞല്ലോ, ചിന്തിക്കുക. നിങ്ങളെ ചിന്തയിൽ നിങ്ങളെ ക്വാളിറ്റി ആയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങളെ ചിന്തയിലൂടെ വരുത്തുക. അതിന് വേണ്ടിയിട്ട് ജേണൽ എഴുതുക, നിങ്ങൾ ആഗ്രഹങ്ങൾ എഴുതി വെക്കുക, അതിന് വേണ്ടിയിട്ട് വർക്ക് ചെയ്യാനുള്ള ചെറിയ ചെറിയ സ്റ്റെപ്സുകൾ എടുക്കുക. നിങ്ങളെ ടൈമിനെ നല്ല രീതിയിൽ ഇൻവെസ്റ്റ് ചെയ്യുക. നമുക്കൊക്കെ ഉണ്ട് പ്രഷ്യസ് ആയിട്ടുള്ള ടൈം. ഓരോ ടെക്നിക്സുകളും ടൂൾസുകളും ഷെയർ ചെയ്യുമ്പോൾ, പിന്നെ നമ്മൾ പറഞ്ഞു നെഗറ്റീവ് ടോക്സ്. ഈ നെഗറ്റീവ് ടോക്സ് നമ്മൾ പോലും അറിയാതെ നമ്മൾ ഉള്ളിന്ന് നമ്മൾ കോൺവെർസേഷൻ, നമ്മൾ മറ്റുള്ളവരെ സംസാരിക്കുമ്പോൾ അല്ലെങ്കിൽ നമ്മൾ എക്സ്പീരിയൻസ് ഷെയർ ചെയ്യുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ കടന്നു വരുന്നുണ്ട്, നമ്മൾ അറിയുന്നില്ല. കാരണം നമ്മളെ വിശ്വാസത്തിൽ നിന്നാണ്, നമ്മള് ജീവിതാന്തരീക്ഷത്തിൽ നിന്നാണ്, അല്ലെങ്കിൽ നമ്മളെ പാരന്റ്സിന്റെ അടുത്ത്, ഫ്രണ്ട്സിൽ നിന്നൊക്കെ കേട്ടിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ ഷെയർ ചെയ്യുന്നത്. ശരിക്കും അത് ശരിയാ തെറ്റാന്ന് പോലും നമ്മൾ കേട്ടിട്ടുള്ള കാര്യങ്ങൾ അപ്പോഴേ മറ്റുള്ളവരോട് ഷെയർ ചെയ്യുന്ന കാര്യങ്ങളാണ്. അപ്പൊ അതില് ഏറ്റവും ഫസ്റ്റ് ആയിട്ടുള്ള ഇമ്പോർട്ടന്റ് ആയ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മളെ കുറിച്ച് നമ്മൾ അത്തരത്തിൽ ടോക്സുകൾ പറയുന്നുണ്ടോ, അത്തരത്തില് എന്താ നമ്മളെ സംസാരങ്ങൾ എവിടെയാണ് നെഗറ്റീവായി പോകുന്നത് എന്നുള്ളത്. നാലാള് കൂടി കഴിഞ്ഞാല് അവിടെ കൂടുതൽ എന്താ ഇപ്പൊ എരിവും പുളിയൊക്കെ കൂട്ടി സംസാരിക്കുന്ന ആളുകളാണ് ഈ നെഗറ്റീവ് ആയിട്ടുള്ള മറ്റുള്ളവരെ കുറിച്ച് പറയുന്ന ആളുകൾ. നിങ്ങൾക്ക് അറിയുന്നുണ്ടാവും ഇന്നത്തെ സിറ്റുവേഷന്, ഇന്നത്തെ ഫാമിലി അവിടെയൊക്കെ ഇഷ്യൂസും കാര്യങ്ങളൊക്കെ വരാൻ കാരണം ഒരാളും താഴ്ന്നു കൊടുക്കാതെ ഇങ്ങനെ സംസാരിച്ചു. അതായത് ഒരു ഫാമിലി ബാക്ക്ഗ്രൗണ്ടില് ഞാൻ എപ്പോഴും ശ്രദ്ധിച്ചിട്ടുണ്ട്, ഈ മനഃശക്തി ഒന്നും ഉപയോഗപ്പെടുത്താത്ത, അല്ലെങ്കിൽ ലൈഫില് എന്താ നമ്മളെ ഉള്ളിലുള്ള പവർ ഒന്നും തിരിച്ചറിയാത്ത ആളുകൾ എങ്ങനെയാണ് ഒരു ഫാമിലിയിലൊക്കെ നിലനിന്ന് പോകുന്നത്. ഒരു അണുകുടുംബാണ് ഇന്നത്തെ എല്ലാവരും. പക്ഷെ പണ്ടത്തെ കാലത്തൊക്കെ നിങ്ങൾ ആലോചിക്കും, ഒരുപാട് ഫാമിലി ഒക്കെ ഒരുമിച്ചുണ്ടാകുമ്പോൾ ഒരുപാട്, അതായത് നമ്മൾ കുറെ കാര്യങ്ങൾ അഡ്ജസ്റ്റ് ചെയ്യേണ്ടി വരും. ഇപ്പൊ റിലേഷൻഷിപ്പ് ആകുമ്പോൾ, ഫാമിലി ഒക്കെ ആകുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യേണ്ടി വരും. ചിലയിടത്ത് നമ്മൾ സംസാരിക്കേണ്ടി വരും. ശരിക്കും പറഞ്ഞാല് നമ്മൾ ആ ലോൺലിനെസ്സിലും, അതായത് നമ്മൾ ഒറ്റപ്പെട്ടു പോകുമ്പോഴും നമ്മളുടെ വിശ്വാസങ്ങളിലും നമ്മളെ ചിന്തകളിലും നമ്മൾ കണക്റ്റഡ് ആണെന്നുണ്ടെങ്കിൽ ഒരാളുടെ വാക്കുകളും നമ്മൾ അഫക്ട് ചെയ്യില്ല. ഇപ്പൊ ചെറിയ പ്രായത്തിൽ തന്നെ മക്കൾ ഓരോ പ്രശ്നങ്ങൾ വന്ന് പറയുന്നത്, ഫാമിലി പ്രശ്നങ്ങളും റിലേഷൻഷിപ്പ് ഇഷ്യൂസ് ഒക്കെ ഇങ്ങനെ പറയാൻ കാരണം നമ്മൾ ഉള്ളിൽ ഹോൾഡ് ചെയ്ത് കിടക്കുന്ന വിശ്വാസങ്ങളും നമ്മൾ കേട്ടതും കണ്ടതുമായിട്ടുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇതുമായി കണക്ട് ചെയ്ത് നോക്കുമ്പോൾ ഞാൻ എപ്പോഴും അതേക്കുറിച്ച് ചിന്തിക്കാറുണ്ട്. കാരണം ഒന്ന് ആലോചിച്ച് നോക്കൂ, ഒരു പെൺകുട്ടിയെ സംബന്ധിച്ച് ഒരു ഫാമിലിയിൽ നിന്ന് പറിച്ചു നടങ്ങണം മറ്റൊരു ഫാമിലിയിലേക്കാണ്. അതായത് കല്യാണം കഴിഞ്ഞ് മറ്റൊരു വീട്ടിലേക്ക് പോകുന്നു. ഇപ്പൊ കണ്ണൂര് ബേസ്ഡ് ഒക്കെ ആണെങ്കിൽ അവിടെ എങ്ങനെയാ ചെക്കന്റെ വീട്ടിലേക്കാണ്. അപ്പൊ ചെക്കനെ പെണ്ണിന്റെ വീട്ടിലേക്ക് വരുന്നത്. അപ്പൊ നമ്മളെ മലപ്പുറം സൈഡിലൊക്കെ പെണ്ണ് ചെക്കന്റെ വീട്ടിലേക്കാണ് പോകുന്നത്. അപ്പൊ ഒരു ഫാമിലി മറ്റൊരു ഫാമിലിയിലേക്ക് പോകുമ്പോൾ, ഇന്ന് നിങ്ങൾക്ക് അറിയുന്നുണ്ടാവും, ഒരുപാട് പേര് ഫേസ് ചെയ്യുന്ന ഒരു കാര്യമാണ് എന്താ റിലേഷൻഷിപ്പ് ഇഷ്യൂസ്. ഒരുപാട് നമുക്ക് നിരന്തരം അറ്റൻഡ് ചെയ്യാൻ പറ്റാത്ത തരത്തിലുള്ള കണക്ഷൻസ് വരുന്നുണ്ട്, അതായത് റിലേഷൻഷിപ്പ് ഇഷ്യൂസ്. ശരിക്കും പറഞ്ഞാൽ യഥാർത്ഥത്തിൽ നമുക്ക് നമ്മളിൽ വിശ്വാസം, നമ്മൾ പോലും നമ്മളെ തിരിച്ചറിഞ്ഞിട്ടില്ല, നമ്മളിൽ ഒരു വിശ്വാസം ഇല്ല, നമ്മളിൽ ഒരു ലവ് ഇല്ലാത്ത സമയത്ത് ഒരാളും കൂടി നമ്മൾ കൂട്ടിച്ചേർത്ത് പിടിക്കുക. റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് രണ്ടുപേരും ഒറ്റയാകുന്ന അവസ്ഥയാണ്. ആ അതായത് രണ്ട് ഡിഫറെന്റ് പേഴ്സണാലിറ്റി, ഡിഫറെന്റ് കാറ്റഗറിയിലുള്ള, അത് എല്ലാം കൊണ്ടും ജനിച്ചു വളർന്ന സാഹചര്യങ്ങൾ വേറെ, എല്ലാ രീതിയിലും ഡിഫറെന്റ് ആയിട്ടുള്ള ആളുകള് ഒരേ എന്താ ലൈഫ് ലോങ് ഒരുമിച്ച് ജീവിക്കേണ്ട ആളുകളാണ് ഇവര്. ഈ ഒരു കമ്മ്യൂണിക്കേഷൻ ബിൽഡ് ചെയ്ത് റിലേഷൻഷിപ്പ് ഫ്ലറിഷ് ചെയ്ത് പോകണമെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് നമ്മളിലുള്ള ഒരു വിശ്വാസം, ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് റിലേഷൻഷിപ്പ് ഫ്ലറിഷ് ചെയ്യാനും, അതായത് നമ്മളിലുള്ള എല്ലാ ബന്ധങ്ങളും, നമ്മുടെ ഫ്രണ്ട്സ് ആയിക്കോട്ടെ, ഫാമിലി ആയിക്കോട്ടെ, ഇവരൊക്കെ നമുക്ക് കൂട്ടിച്ചേർത്ത് പിടിക്കാനും നമ്മളെ സന്തോഷങ്ങളൊക്കെ ഷെയർ ചെയ്യാൻ പറ്റണമെന്നുണ്ടെങ്കിൽ ശരിക്കും പറഞ്ഞാല് നമ്മള് അവരിലൊന്നും അറ്റാച്ച്ഡ് ആവാതെ നമ്മളിൽ കണക്ട് ചെയ്തിരിക്കുമ്പോഴാണ് നമ്മളിലുള്ള യഥാർത്ഥ സ്നേഹം അവർക്ക് കൊടുക്കാൻ കഴിയുള്ളൂ. അല്ലെങ്കിൽ നമ്മൾ കവറപ്പ് ചെയ്യണം, അല്ലെങ്കിൽ അവർ ശ്രദ്ധിക്കുന്നുണ്ട്, അല്ലെങ്കിൽ മറ്റൊരാൾക്ക് അത് കൊടുത്തേ പറ്റുള്ളൂ, അല്ലെങ്കിൽ സ്നേഹം കൊടുക്കണല്ലോ, അല്ലെങ്കിൽ ചെയ്യണല്ലോ, അല്ലെങ്കിൽ അവർ ഇപ്പോ പാർട്ട്ണറൊക്കെ ആണെങ്കിൽ, അല്ലെങ്കിൽ ഫാമിലിയിലുള്ള പാരന്റ്സ്, എന്താ ഇപ്പോ മദറിലോ ഫാദറിലോ, അവർക്കൊക്കെ കെയർ ചെയ്യുന്നതിനൊക്കെ നമ്മൾ എണ്ണി എണ്ണി ഇത് ചെയ്തിരുന്നു, ഇത് ചെയ്യണം, ഇത് ബാധ്യതയായിട്ടാണ് നമുക്ക്. സ്നേഹത്തിൽ നിന്ന് ചെയ്യുമ്പോൾ നമുക്കൊന്നും ബാധ്യത ആയിട്ട് തോന്നില്ല. അപ്പോ ശരിക്കും പറഞ്ഞാൽ, ഞാൻ പറഞ്ഞ പോലെ, ഒരു ഫാമിലി നിന്ന് ഒരു ഫാമിലിയിലേക്ക് പറിച്ചു നടുമ്പോൾ ഒരുപാട് വിശ്വാസങ്ങളും എല്ലാം ഡിഫറെന്റ് ആയിരിക്കും. അവര് പറയുന്ന ടോൺ വേറെ ആയിരിക്കും, നമ്മൾ വിചാരിച്ച രീതി വേറെ ആയിരിക്കും. പക്ഷെ അവര് സംസാരിക്കുമ്പോൾ നമുക്ക് നമ്മളെ കുറിച്ചാണ് പറയുന്നത്, അല്ലെങ്കിൽ ഞാൻ ചെയ്തതാണ് പ്രശ്നം എന്നൊക്കെ പറഞ്ഞു. ഇതൊക്കെയാണ് നമ്മുടെ തോട്ട്സിൽ ഒരുപാട് ഞാൻ പറഞ്ഞില്ല, ഈ ചെറിയ പ്രായത്തിലുള്ള മക്കൾ ഇങ്ങനെ എപ്പോഴും വന്ന് പറയുന്ന കാര്യമാണ് റിലേഷൻഷിപ്പിന്റെ ഇഷ്യൂസ്. അപ്പോ ശരിക്കും പറഞ്ഞാൽ നമുക്ക് നമ്മളിലോടുള്ള ഒരു സെൽഫ് ടോക്ക് ഉണ്ടല്ലോ, അതായത് നമുക്ക് നമ്മളോടുള്ള ഒരു പോസിറ്റീവ് ടോക്ക്, ടോക്സ് പോസിറ്റീവ് ആയി കഴിഞ്ഞാല് ശരിക്കും പറഞ്ഞാൽ മറ്റുള്ളവർ നമ്മളെ കുറിച്ച് പറയുന്നത് ഒന്നും ഒരിക്കലും നമ്മളെ എഫക്ട് ചെയ്യൂല. ഇത്
ഇപ്പൊ നിങ്ങൾ അവയർനെസ് സ്റ്റേജിൽ ഇത് മനസ്സിലാക്കണം. അതായത് നിങ്ങൾ എത്രത്തോളം നിങ്ങളുമായി കണക്ട് ചെയ്ത് നിങ്ങളുടെ ഉള്ളിലുള്ള പോസിറ്റീവ് ടോക്സുകൾ ഉണ്ടോ അത്രത്തോളം നമ്മൾ കണക്റ്റഡ് ആയിരിക്കും. നമ്മളെ ഉള്ളിൽ നിന്ന് വരുന്ന വാക്കുകൾ എത്രത്തോളം പോസിറ്റിവിറ്റി ഉണ്ടോ അതിനനുസരിച്ച് നമ്മൾ സ്പ്രെഡ് ചെയ്യാൻ പറ്റുക. അപ്പോ ഞാൻ പറഞ്ഞ പോലെ ഈ ലോ വൈബ്രേഷൻ ഉള്ള ആളുകൾ ചുറ്റുള്ള എല്ലാ പ്രതിസന്ധികളും അവരിങ്ങനെ വലിച്ചു നീട്ടിക്കൊണ്ടേയിരിക്കുക. കാരണം ചുറ്റുള്ള ലോ വൈബ്രേഷൻ ഒക്കെ അവരുടെ ലൈഫിലേക്ക് എല്ലാം കടത്തി വരും. അതുകൊണ്ടാണ് ചില ആളുകൾ പറയുന്നിട്ടില്ലേ, ലൈഫ് എന്നെ മടുത്തു, വേണ്ടിയില്ലായിരുന്നു, അല്ലെങ്കിൽ അങ്ങനെയാണ്, ഭയങ്കര കാരണം എന്താ വെച്ചാൽ അവര് ലോ വൈബ്രേഷൻ ഉണ്ടാവുമ്പോൾ ചുറ്റുള്ള വണ്ടി വലിയൊക്കെ അവർ വലിച്ചു കയറ്റുക ചെയ്യുന്നത്. എല്ലാ പ്രശ്നവും അവരുടെ മേലേക്ക്. ചിലർ പറയുന്നിട്ടില്ലേ, എല്ലാം എന്റെ തലയിലാണ്, അതായത് എല്ലാ പ്രശ്നങ്ങളും എന്റെ തലയിൽ, ഞാനാണ് എല്ലാത്തിനും കുറ്റക്കാരി എന്നൊക്കെ. ശരിക്കും പറഞ്ഞാല് അവർ അതിൽ നിന്ന് ഉയർന്ന അപ്പൊ നമ്മൾ പറയും ഓരാണ് പ്രശ്നക്കാരി, ഇവരാ പ്രശ്നക്കാരി, അല്ലെങ്കിൽ എന്റെ ഫാമിലിയിൽ എന്റെ പാർട്ട്ണർ ശരിയല്ല, ഉമ്മ ശരിയല്ല, ഉപ്പ ശരിയല്ല, ഓഫീസ് ബോയ് ശരിയല്ല, മാനേജർ ശരിയല്ല. നമ്മൾ ഓരോരുത്തരും എക്സ്ക്യൂസസ് ആണ് അതൊക്കെ. അത് ഈ എക്സ്ക്യൂസസ് എന്ന് പറയാൻ കാരണം നമ്മളിൽ നമ്മൾ കണക്റ്റഡ് ആണെന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞല്ലോ അത്രത്തോളം നമ്മൾ ഒരാള് നമ്മൾ എത്രത്തോളം കുറ്റം പറഞ്ഞാലും പരാതി വന്നാലും നമ്മളെ കുറ്റപ്പെടുത്തിയാലും നമ്മൾ താങ്ക്ഫുൾ ആയിട്ടാണ് നിലനിൽക്കുന്നത്. കാരണം അതിൽ നിന്നൊക്കെ ഒരുപാട് ലെസൺസ് സ്വീകരിക്കാനാണ് നമ്മൾ റിസീവ് ചെയ്യാൻ റെഡി ആയിക്കൊണ്ടേ ഇരിക്കുക ചെയ്യുന്നത്. അപ്പോ ഈ ഉള്ളിൽ നിന്നുള്ള ഈ സെൽഫ് ടോക്ക് പോസിറ്റീവ് ആക്കാത്തിടത്തോളം കാലം നമ്മുടെ ഉള്ളിൽ നെഗറ്റീവ് ആയിട്ടുള്ള ടോക്സ്, പറഞ്ഞ പോലെ ഒരു സാഹചര്യം അല്ലെങ്കിൽ ഒരു ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ പോവുക, അല്ലെങ്കിൽ ലൈഫിലുള്ള ഒരു സിറ്റുവേഷൻ ഫേസ് ചെയ്യുമ്പോൾ അതിലുള്ള നെഗറ്റീവ്സ് നമ്മളെ സംസാരിച്ചുകൊണ്ടിരിക്കും. അവര് ശരിയല്ല, അവരിങ്ങനെ ആയതുകൊണ്ടാണ്, അല്ലെങ്കിൽ അതായത് അവിടെയുള്ള നെഗറ്റീവ് മൊത്തം നമ്മൾ വലിച്ചൂറ്റിയിട്ട് നമ്മളെ വാക്കിലൂടെ അങ്ങനെ കടന്നു പോകും. അവിടെ നമുക്കും ഉണ്ടാവും ഒരുപാട് എന്താ എക്സ്ക്യൂസസ് പറയാൻ, ഇതുകൊണ്ടാണ്, എന്നെ കൊണ്ട് പറ്റാത്തതുകൊണ്ടാണ്, അല്ലെങ്കിൽ എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റാത്തതുകൊണ്ടാണ്. അപ്പോ ചെറുപ്പം മുതലേ ഹോൾഡ് ചെയ്യുന്ന ഒരുപാട് കാര്യങ്ങളും ഉണ്ടാവും. അതേപോലെ തന്നെ ഈ ഡേ ടു ഡേ ലൈഫിൽ നടക്കുന്ന ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ഹോൾഡ് ചെയ്ത് നടക്കുന്നുണ്ട്. ഇപ്പൊ എന്താ ഒരാള് കുറേ കുറ്റം പറഞ്ഞുകൊണ്ട് ചീത്ത പറഞ്ഞുകൊണ്ടേ ഇരിക്കുകയാണ്. പക്ഷെ നമ്മളിവിടെ നമ്മളെ പോസിറ്റിവിറ്റിയുമായി ഇങ്ങനെ കണക്റ്റഡ് ചെയ്ത് നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവര് പറയുന്ന കാര്യങ്ങൾ നമ്മൾ അഫക്ട് ചെയ്യില്ല. പക്ഷെ ചില ആളുകൾ, ഈ ലോ വൈബ്രേഷനുള്ള ആളുകൾ എന്താ സംഭവിക്കണം എന്ന് വെച്ചാൽ ഇവര് പറയുന്നതൊക്കെ തലയിൽ കയറ്റി വെച്ച് ഇതൊക്കെ നമ്മളെ മനസ്സിൽ നിറച്ചു വെക്കും. അതായത് ഇതൊക്കെ നിറച്ചു വെച്ച് നമ്മളിലേക്ക് ഒരു ക്ലാരിറ്റി ഇല്ലാതെ ഇതൊക്കെ നിറച്ചു വെച്ചിട്ട്, അല്ലെങ്കിൽ നിന്നെ കൊള്ളൂല, നീ ഒന്നിനും പറ്റൂല എന്ന് പറയണേ ഈ വേർഡ്സുകളാണ് നമ്മളെ മൈൻഡിൽ നമ്മൾ ഫീഡ് ചെയ്ത് വെക്കുന്നത്, നമ്മളെ പാത്രത്തിൽ നിറഞ്ഞു നിൽക്കുന്നത്. ഈ ശരിയല്ല, അല്ലെങ്കിൽ ഈ ചെയ്തത് തെറ്റായി. അപ്പൊ നമ്മളെ മൈൻഡിൽ ഇതാണ് ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. അല്ലെങ്കിൽ ശരിക്കും നമുക്ക് സെൽഫ് ഡൗട്ട് വരാൻ തന്നെ കാരണം നമുക്ക് അത്രയും നമ്മളിലുള്ള വിശ്വാസം ഉള്ളൂ എന്നുള്ളതാണ്. അപ്പോ നമ്മളുമായി കണക്ട് ചെയ്തത്, ഞാൻ സെഷൻസ് അധികം ദീർഘിപ്പിക്കുന്നില്ല, എന്നും കുറച്ച് കുറച്ച് ടോപ്പിക്സ് ഷെയർ ചെയ്തിട്ടാണ് നമ്മൾ ഈ ഒരു സീരീസ്, ഇപ്പൊ ഞാൻ പറഞ്ഞ എല്ലാ സാറ്റർഡേയും നമ്മൾ ക്ലാസ്സുകൾ കടന്നു പോകുന്നുണ്ട്. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കുക നിങ്ങളെ കുറിച്ച് നിങ്ങൾ എത്ര, ഇപ്പൊ ഇതിൽ ഇഷ്യൂസ് പറഞ്ഞിട്ടുള്ള ഒരുപാട് ആളുകൾ പ്രശ്നം റിലേഷൻഷിപ്പിൽ ഇഷ്യൂസ് ആളുള്ള ആളുകള്, അല്ലെങ്കിൽ എന്താ വർക്കിംഗ് സ്പേസിൽ ഒരുപാട് ഇഷ്യൂസ് ഫേസ് ചെയ്യുന്ന ആളുകൾ, അല്ലെങ്കിൽ ഫാമിലിയിൽ ഇഷ്യൂസ് ഫേസ് ചെയ്യുന്ന ആളുകൾ, അതായത് ഇതൊക്കെ എക്സ്റ്റേണൽ ആണ്. അതൊക്കെ നമുക്ക് സിമ്പിൾ ആയിട്ട് പുഷ്പം പോലെ പറിച്ചു കളയണമെന്നുണ്ടെങ്കിൽ അവിടെ വെച്ചിട്ടുള്ള കീ നമ്മൾ സ്വന്തം നമ്മളെ മനസ്സിലാണ്, നമ്മളിലാണ് ആ ഒരു കീ ക്രിയേറ്റ് ചെയ്യേണ്ടത് എന്നുള്ളതാണ്. അപ്പോ നെഗറ്റീവ് ടോക്സിൽ നിങ്ങൾക്ക് വർക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം എന്ന് പറയുന്നത്, നിങ്ങൾക്ക് നെഗറ്റീവ് ആയിട്ട് നിങ്ങളെ കുറിച്ചുള്ള കാര്യങ്ങള് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നിങ്ങൾ ജേണൽ എഴുതുമ്പോൾ ആ നെഗറ്റീവ് ആയിട്ടുള്ള എന്തൊക്കെയാണ് നിങ്ങളെ കുറിച്ചിട്ടുള്ളത് എന്നുള്ളത് അത് ജസ്റ്റ് എഴുതി വെച്ച് അതിന്റെ പോസിറ്റീവ് ആയിട്ടുള്ള ഒരുപാട് വശങ്ങൾ നമുക്ക് നമ്മളെ കുറിച്ച് ചിന്തിക്കാനും പറയാനും, അത് അഫർമേഷൻ ആയി, അതായത് ആവർത്തിച്ച് നിങ്ങൾക്ക് ഉച്ചരിക്കാൻ പറ്റുന്ന തരത്തില് ചെറിയ സെന്റൻസുകളായി സിമ്പിൾ ആയിട്ട് നമ്മൾ അഫർമേഷൻസിന്റെ കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. അതായത് എങ്ങനെയാണ് അത് ഉപയോഗിക്കേണ്ടത് ലൈഫിൽ. ആദ്യം മൈൻഡിന്റെ പാർട്ടായിട്ടുള്ള ഈ ഇത്തരം കാര്യങ്ങളിലേക്ക് നമ്മൾ കടന്നു ചെല്ലുമ്പോഴാണ് ശരിക്കും പറഞ്ഞാലും നമുക്ക് നമ്മളിലുള്ള ആ ഒരു വിശ്വാസം നിലനിർത്താൻ പറ്റുള്ളൂ എന്നുള്ളതാണ്. അപ്പോ നമ്മളിലുള്ള ഒരുപാട് നെഗറ്റീവ് ടോക്സ് ഉണ്ടാവും, നമ്മൾ അറിയാതെ ചെയ്യുന്ന കാര്യം, അത് കോൺഷ്യസ്ലി ഒന്ന് പോസിറ്റീവിലേക്കാണ് ട്രൈ ചെയ്യുകയും നെഗറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങളൊന്ന് ഒരു ജേണൽ ആക്കി എഴുതി വെക്കുകയും അതിനെ ജസ്റ്റ് ഒന്ന് പോസിറ്റീവിലേക്ക് എഴുതുക. ഇപ്പൊ ഞാൻ പറഞ്ഞിട്ടുള്ള ഓരോ ഫാക്ടറും നിങ്ങൾ മനസ്സിലാക്കിയാൽ മതി. ഇതിങ്ങനെ ചിലപ്പോൾ നമ്മൾ പോലും അറിയാൻ നമ്മളെ വായിന്ന് വന്നു പോകുന്നുണ്ടാവും. അതുപോലെ നിങ്ങൾ സ്റ്റോപ്പ് ചെയ്തിട്ടുള്ള ഒരുപാട് കാര്യം ഉണ്ടാവും, നിങ്ങൾക്ക് ലിമിറ്റ് ചെയ്തതാണെന്ന് വിചാരിച്ച് ഒഴിവാക്കിയിട്ടുള്ളത്. അത് ഏജ് കാരണം, അല്ലെങ്കിൽ നിങ്ങളെ സ്കിൻ ടോണ്, നിങ്ങളുടെ സംസാരം, അല്ലെങ്കിൽ നിങ്ങൾ പല കാരണങ്ങൾ കൊണ്ട്, അല്ലെങ്കിൽ നിങ്ങൾ ഹൈറ്റ് വെയിറ്റ് ഇതൊക്കെ കമ്പയർ ചെയ്തിട്ടായിരിക്കും നിങ്ങൾ നിലനിൽക്കുന്നത്. അപ്പോ ശരിക്കും പറഞ്ഞാല് ആ യഥാർത്ഥ സ്നേഹത്തിലേക്കും യഥാർത്ഥ നിങ്ങളുടെ വിശ്വാസത്തിലേക്കും നിങ്ങൾ എത്തിപ്പെട്ടിട്ടില്ല. നമ്മളുമായി കണക്ട് ചെയ്യുമ്പോൾ മാത്രമാണ് നമുക്ക് നമ്മൾ സൃഷ്ടാവുമായിട്ടുള്ള ആ കണക്ഷനെ ബിൽഡ് ചെയ്യാനും നമുക്ക് ലൈഫിന്റെ ആ ഒരു ഫ്ലോ കിട്ടി നമുക്ക് ആസ്വദിച്ച് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും. അപ്പൊ
അപ്പൊ നിങ്ങൾ ഇത് മനസ്സിലാക്കുക. നിങ്ങളുടെ ലൈഫിൽ ഇത്തരത്തിലുള്ള ഒരു നെഗറ്റീവ് ടോക്സ് നിങ്ങൾ നിലനിർത്തുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ഫസ്റ്റ് നിങ്ങളെ കുറിച്ച് നമ്മളുമായിട്ടുള്ള ബന്ധം പുതുക്കുമ്പോഴാണ് ശരിക്കും പറഞ്ഞാല് ലൈഫ് തന്നെ നമുക്ക് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റുള്ളൂ. അതല്ലാതെ ചുറ്റുള്ള ആളുകളുടെ ബന്ധങ്ങൾ ശരിയാക്കണം, നമ്മളെ റോൾസുകളൊക്കെ ക്ലിയർ ചെയ്യണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരിക്കലും അവിടെ നമ്മളെ ഇൻഡിവിജ്വാലിറ്റി ആയി കണക്റ്റഡ് അല്ല എന്നുള്ളതാണ്. അപ്പോ നിങ്ങൾക്ക് എന്തെങ്കിലും ഫീഡ്ബാക്സുകളോ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ഗ്രൂപ്പിൽ ഷെയർ ചെയ്താൽ മതി. നമ്മൾ അതിന് റിപ്ലൈ തരുന്നതാണ്. അതുപോലെ ഈ സീരീസിലേക്ക് നിങ്ങൾക്ക് ഫാമിലിയിലോ ഫ്രണ്ട്സോ റിലേറ്റീവ്സിലൊക്കെ ആർക്കെങ്കിലും എന്താ ലിങ്ക് ഷെയർ ചെയ്യാൻ പറ്റുകയാണെങ്കിൽ നെക്സ്റ്റ് സാറ്റർഡേ മുതൽ നിങ്ങൾ ബാക്കിയുള്ള ആളുകൾക്ക് നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കാൻ പറ്റും. ഓരോ ടോപ്പിക്സ് കവർ ചെയ്തിട്ടായിരിക്കും നമ്മൾ സീരീസ് പോകുന്നത്. അപ്പോ ഇന്ന് പറഞ്ഞിട്ടുള്ള ടോപ്പിക് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. അതിൽ എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇനി ഏത് ടോപ്പിക് റിലേറ്റ് ചെയ്തിട്ടാണ് നിങ്ങൾക്ക് വിസ്ഡംസ് ഷെയർ ചെയ്യേണ്ടത്, നമ്മളെ സെഷൻസ് വേണ്ടത് എന്നുള്ളതും ഇന്നത്തെ ഇതിൽ നിങ്ങൾക്ക് ഫീഡ്ബാക്ക് ആയിട്ടും നിങ്ങളുടെ എക്സ്പീരിയൻസ് ആയിട്ടും അല്ലെങ്കിൽ നിങ്ങൾക്ക് കൂടുതൽ അവിടെ അറിയണം, ഇത് മനസ്സിലായിട്ടില്ല, അത്തരം കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഗ്രൂപ്പിൽ ഷെയർ ചെയ്യാവുന്നതാണ്. അപ്പോ ഇന്നത്തെ ടൈം ഓൾറെഡി കഴിഞ്ഞിട്ടുണ്ട്. അപ്പോ ഈ ഒരുപാട് ടൈം എടുത്തു കഴിഞ്ഞാൽ ഒരുപാട് ഹൗസ് വൈഫും അതുപോലെ വർക്ക് ചെയ്യുന്ന ആളുകളൊക്കെ നമ്മളെ സെഷൻസും വീഡിയോസും കാണുന്നുണ്ട്. അപ്പൊ അത്തരത്തിലുള്ള ആളുകൾക്ക് മനസ്സിലാക്കേണ്ട കാര്യം, നമ്മൾ ഡേ ടു ഡേ ലൈഫിൽ നമ്മളൊക്കെ ലേണേഴ്സാണ്, എല്ലാവരും പഠിക്കുന്നവരാണ്. എന്ന് നമ്മളെ പഠനം നമ്മൾ നിർത്തുന്നു അന്ന് മുതൽ നമ്മൾ അപ്ഡേറ്റഡ് അല്ല, നമ്മൾ ഔട്ട്ഡേറ്റഡ് ആയി പോയിക്കൊണ്ടേയിരിക്കുകയാണ്. ഈ ഔട്ട്ഡേറ്റഡ് ആയതുകൊണ്ടാണ് പല കാര്യങ്ങളും നമ്മൾക്ക് ഹാൻഡിൽ ചെയ്യാനും നമുക്ക് അതിൽ ഡിസിഷൻ എടുക്കാനും പറ്റുക. നമ്മൾ എത്രത്തോളം ഇന്നത്തെ കാലത്ത് മൈൻഡ് പവർ ഒക്കെ യൂസ് ചെയ്യാത്ത ആളുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഞാൻ എപ്പോഴും അവരെ മനസ്സിലാക്കുന്നത് ശരിക്കും പറഞ്ഞാൽ അവരെങ്ങനെ നിലനിൽക്കുന്നത് എന്നുള്ളതാണ്. എല്ലാ ഏരിയയിലും നമുക്ക് കവർ ചെയ്ത് അറിയാനും അറിഞ്ഞത് എന്താ ക്ലിയർ ചെയ്യാനും ലേൺ ചെയ്യാനും അൺലേൺ ചെയ്യാനും ഒരുപാട് കാര്യങ്ങളുണ്ട്. ഒരുപാട് കാര്യങ്ങൾ തലയിൽ കയറ്റുന്നതിന് പകരം കയറ്റിയ കാര്യത്തിൽ നമ്മൾ വർക്ക് ചെയ്യാൻ പാകത്തിൽ നമ്മൾ വളരണം എന്നുള്ളതാണ്. അപ്പോ ദാറ്റ്സ് ഓൾ. താങ്ക് യു സോ മച്ച്. അപ്പോ വൈൻഡപ്പ് ചെയ്യാനായിട്ടുണ്ട് കേട്ടോ. ഇനി ഇപ്പൊ നമ്മള് അരമണിക്കൂറാണ് ഇന്ന് സെഷൻ എടുത്തിട്ടുണ്ടായിരുന്നത്. സോറി, 3/4 മണിക്കൂർ. ഇനി നമ്മള് സെഷൻസിന്റെ ടൈം ഒരു 1 അവർ ആക്കിയിട്ടൊക്കെ വരും. അപ്പൊ നിങ്ങൾ അതിൽ അറ്റൻഡ് ചെയ്താൽ മതി കേട്ടോ. ഇപ്പോ നമ്മളിവിടെ വൈൻഡപ്പ് ചെയ്യാണ്. നെക്സ്റ്റ് എനിക്ക് നെക്സ്റ്റ് ഒരു ക്ലാസ് ഉണ്ട്. അപ്പൊ അതിന് വേണ്ടിയിട്ട് താങ്ക് യു സോ മച്ച്. ജോയിൻ ചെയ്ത എല്ലാവർക്കും താങ്ക് യു സോ മച്ച്.